الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر حساب وكل شيء فصلناه تفصيلا صدق الله العظيم. ഒന്നാമത് അൽ-ഹാഫിദ് ഷിഹാബുദ്ദീൻ ബിൻ അബ്ദുൽ നാസർ മൗലവി അൽ-നൂരി വെങ്ങല്ലൂർ ഹിഫ്ദ് പൂർത്തിയാക്കിയ തീയതി 5/10/2003. രണ്ടാമത് അൽ-ഹാഫിദ് മിസ്അബ് അഹ്മദ് ബിൻ സക്കീർ ഹുസൈൻ തൊടുപുഴ ഹിഫ്ദ് പൂർത്തിയാക്കിയ തീയതി 18/7/2022. മൂന്നാമത്തത് അൽ-ഹാഫിദ് മുഹമ്മദ് ഇസ്മായിൽ ബിൻ നൗഷാദ് തൊടുപുഴ ഹിഫ്ദ് പൂർത്തിയാക്കിയ തീയതി 3/8/2022. നാലാമത്തത് അൽ-ഹാഫിദ് മുർഷിദ് ബിൻ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് മൗലവി അൽ ഖാസിമി കുവളൂർ ഹിഫ്ദ് പൂർത്തിയാക്കിയ തീയതി 23/12/2022. അഞ്ചാമത്തത് അൽ-ഹാഫിദ് അബ്ദുറഹീം ബിൻ റിയാസ് ബദ്രുദ്ദീൻ എറണാകുളം ഹിഫ്ദ് പൂർത്തിയാക്കിയ തീയതി 23/8/2023. ആറാമത്തത് അൽ-ഹാഫിദ് അബ്ദുറഹ്മാൻ ബിൻ റിയാസ് ബദ്രുദ്ദീൻ എറണാകുളം ഹിഫ്ദ് പൂർത്തിയാക്കിയ തീയതി 13/12/2023. ഇങ്ങനെ ഈ 6 പേർക്കാണ് ഇവിടെ സ്ഥാനവസ്ത്രം നൽകപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാനവസ്ത്രം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെയർമാൻ അൽ ഉസ്താദ് ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അൽ ഖാസിമി അവർകളെ വളരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നതിനോടൊപ്പം അത് വാങ്ങുവാനായി ഏറ്റുവാങ്ങാനായി അൽ ഹാഫിദ് ഷിഹാബുദ്ദീൻ ബിൻ അബ്ദുൽ നാസർ മൗലവി അൽ-നൂരി വെങ്ങല്ലൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജസാക്കല്ലാഹു ഖൈർ. അല്ലാഹു തആല അവർക്ക് എല്ലാവിധ ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആറാമത്തത് അൽ ഹാഫിദ് അബ്ദുറഹ്മാൻ ബിൻ റിയാസ് ബദ്രുദ്ദീൻ എറണാകുളം അതിനോട് ക്ഷണിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിൽ നമുക്കെല്ലാവർക്കും ലോകർക്കും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് ഈ മഹനീയ സദസ്സിന്റെ ഉദ്ഘാടനമാണ്, സ്വാഗതമാണ്. ആ സ്വാഗതം നിർവഹിക്കുന്നതിനായി ഇർഷാദിയ ഖതീബ് ആൻഡ് മുദരിസ് സഫറുല്ലാഹ് മൗലവി അൽ കൗസരി അവരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു أرسله بالحق بشيرا ونذيرا صلى الله على سيدنا محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس وقال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون وقال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ കരുണയുടെ നോട്ടം ഉള്ളതിൻ്റെ പേരിലാണ് നമ്മുടെ മക്കളെ ഈ ദീനിൻ്റെ ഇൽമുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധപ്പെടുത്തിയത്. പരിശുദ്ധമായ ഖുർആൻ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ളവരും
ഇൽമില്ലാത്തവരും തുല്യമാകുമോ? ഒരിക്കലും തുല്യമാവുകയില്ല. നമുക്കറിയാം, ഒരു മനുഷ്യനെ നല്ല സംസ്കാരത്തിലേക്കും നല്ല ജീവിത ശൈലിയിലേക്കും നയിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഇൽമാണ്. അതായത് അവൻ്റെ ദീനിയായ ഇൽമാണ് ഒരു മനുഷ്യനെ നല്ല സംസ്കാരത്തിലേക്കും നല്ല ജീവിത ശൈലിയിലേക്കും നയിക്കുന്നത്. ആ ദീനുമായി ആ ഇൽമുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ബന്ധപ്പെടുത്തി. അത് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നും വളരെ വലിയ തൗഫീഖുള്ളതിൻ്റെ പേര് മാത്രമാണ്. പരിശുദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലം. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ അവർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവരും. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഖുർആൻ പഠിച്ച വ്യക്തിക്ക് വേണ്ടി നാളെ ഖിയാമത്ത് നാളിൽ ഖുർആൻ ഷഫീആയി വരും, ശുപാർശകരായി വരും എന്ന് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഈ മനുഷ്യൻ എന്നെ ഓതാൻ വേണ്ടി ധാരാളം രാത്രികൾ ഉറക്കമൊഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ നീ എൻ്റെ ശുപാർശ സ്വീകരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ്റെ ആളുകൾക്ക് വേണ്ടി നാളെ ഖിയാമത്ത് നാളിൽ ശുപാർശ ചെയ്യുന്നതാണെന്ന് പരിശുദ്ധമായ ഹദീസിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും. അതിൻ്റെ പേരിൽ നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ ഈ വഴിയിൽ തന്നെ മരണം വരെ നിലയുറപ്പിച്ച് നിർത്തുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം നാം ഓരോരുത്തരും എടുക്കൽ വളരെ അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിൽ അത്ഭുതമായ വിഷയം ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്, സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി ഈ സദസ്സിൻ്റെ അധ്യക്ഷനായ നമ്മുടെ ചെയർമാനായ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അൽ ഖാസിമി അവർകളെ ഇർഷാദിയുടെ പേരിൽ എൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഖിറാഅത്ത് ഓതിയ നമ്മുടെ ഹിഫ്ദിൻ്റെ ഉസ്താദാകാൻ പോകുന്ന അൽ ഹാഫിസ് കാരി മുഹ്സിൻ മുബാറക് മൗലവി അൽ കൗസരി അവർകളെയും ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശേഷം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന അൽ ഉസ്താദ് MB അബ്ദുൽ ഖാദർ ഉസ്താദ് അവർകളെയും എൻ്റെ പേരിലും ഇർഷാദിയുടെ പേരിലും ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സന്നദ്ധാന പ്രസംഗം നടത്താനിരിക്കുന്ന അൻവർ മൗലവി അൽ കൗസരി, അൻവർ സാദാത്ത് അൽ കൗസരി അവർകളെയും ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്താനിരിക്കുന്ന അൽ ഉസ്താദ് CA മൂസ മൗലവി അവർകളെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശേഷം സദസ്സിലുള്ള മുഴുവൻ ഉലമാക്കളെയും ഉമറാക്കളെയും രക്ഷിതാക്കളെയും ഇവിടെ വന്നിരിക്കുന്ന സഹോദരന്മാരെയും എല്ലാവരെയും ഒറ്റ വാക്കുകളിലായിട്ട് ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇരുണ്ട കാലം മണലിലുരയും ചരിതമേ പറയൂ, ചന്ദ്രനാം ഖുർആനിന്റെ നൂറിൻ ശിലയേത്, നൂറിൻ ശിലയേത്. ജബൽ നൂറിൽ നദിയിൽ ഹിറാ കേട്ടൊരു ഗീതമേത്, സൃഷ്ടികൾ മനസാൽ തന്നെ ചേർത്തു വെച്ചൊരു നാടുമേത്. ഉമർ വന്നൊരു ദീനിൻ വഴിയിൽ വഴി തെളിച്ചൊരു മന്ത്രമേത്, ഉമർ വന്നൊരു ദീനിൻ വഴിയിൽ വഴി തെളിച്ചൊരു മന്ത്രമേത്. വാഴ്ത്തിടാം അല്ലാന്റെ ഖുർആൻ, ഓതിടാം അതിൻ താളുകൾ തീർപ്പുനാൾ വരേക്കും. ഇരുണ്ട കാലം മണലിലുരയും ചരിതമേ പറയൂ, ചന്ദ്രനാം ഖുർആനിന്റെ നൂറിൻ ശിലയേത്, നൂറിൻ ശിലയേത്. മഹിതമാം ചരിതങ്ങളെത്ര ചൊല്ലിയ ഖുർആനിലെന്ന്, മാർഗദർശനമായി മണലിൽ വിരിഞ്ഞതാനൂറുമെന്ന്. മഹിതമാം ചരിതങ്ങളെത്ര ചൊല്ലിയ ഖുർആനിലെന്ന്, മാർഗദർശന
السلام عليكم. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد قل رب زدني علما. صدق الله مولانا العظيم. ബഹുമാന്യനായ ആദരണീയായ അധ്യക്ഷൻ, ഇർഷാദിയ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് മൗലവി അൽ ഖാസിമി അവർ, മഹത്തായ ഈ സദസ്സിൽ ഈ വേദിയിലുള്ള ഹാഫിളുകളും ആലിമുകളുമായ ഉലമാക്കളെ ഞാൻ ആരെ പേര് പറയുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാരും ഹാഫിളുകളുമാണ് അധിക പേര്. സൈദ്ധാല പ്രസംഗം നടത്താനിരിക്കുന്നവരും മുഖ്യ പ്രഭാഷണം നടത്താനുള്ളവരും, ഇതൊരു ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് മഹത്തായ ഒരു സദസ്സിൽ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സ്. വിശുദ്ധമായ ഖുർആൻ പഠിച്ചവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും കേൾക്കുന്നവരും അവരുടെ രക്ഷകർത്താക്കളും അവരെ സ്നേഹിക്കുന്നവരുമായ ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സ്. അല്ലാഹുവിൻ്റെ ലോകത്തുള്ള സദസ്സുകളിൽ അത്യുത്കൃഷ്ടമായ ഒരു സദസ്സാണ്. കാരണം ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ കുടുംബം എന്ന് പറയാൻ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 കൂട്ടർ മാത്രമാണ് അള്ളാഹുവിൻ്റെ കുടുംബമുള്ളത്. നമ്മൾ ചെറുപ്പം മുതലേ ഓതുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹു അഹദ്, അല്ലാഹു സമദ് തുടങ്ങി വലം യകുൽ ലഹു കുഫുവൻ അഹദ് വരെ പറയുന്നത് അള്ളാഹുവിന് കുടുംബമില്ല. അവന് മക്കളില്ല, മാതാപിതാക്കളില്ല, ഭാര്യയില്ല, കുടുംബമില്ല, അവന് തുല്യമായ ആരുമില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന, അള്ളാഹ്ക്ക് കുടുംബമുണ്ട്. ഇന്നയിട്ട നിശ്ചയമായും പഠിച്ചാൽ പോരാൻ കുടുംബമുണ്ട്. സഹാബത്ത് അത്ഭുതത്തോട് ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, അള്ളാഹ്ക്ക് കുടുംബം ഇല്ലാന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അവരാരാണ് പ്രവാചകരെ? ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുല്ലാഹി വഖാസത്ത്. ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക, മനഃപ്പാഠമാക്കുക, കേൾക്കുക, എഴുതുക, തഫ്സീർ എഴുതുക, ഖുർആനുമായി ബന്ധപ്പെടുന്നതാണ്. എല്ലാവർക്കും ഖുർആൻ ഓതാൻ കഴിയുന്നുള്ളതില്ല. ചിലർക്ക് പഠിക്കാൻ കഴിയാതെ കേൾക്കാൻ കഴിയും, ചിലർക്ക് നോക്കിയിരിക്കാൻ കഴിയും. വെള്ളിയാഴ്ച ആൾക്കാർ ഓതാൻ കഴിച്ചാൽ പറ്റാത്തവരുണ്ടെങ്കിൽ നോക്കിയെങ്കിലും ഇരിക്കണം. അങ്ങനെ നോക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, അതിൻ്റെ വിശദീകരണം എഴുതുക തുടങ്ങി ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ പടച്ച തമ്പുരാന്റെ കുടുംബം എന്നത് വിശേഷിപ്പിച്ച എൻ്റെ കുടുംബം. മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞ ഹും, അള്ളാഹുവിന്റെ കുടുംബം എന്ന് പറയുന്നത് ഉമ്മാറുൽ മസ്ജിദി ഹും അഹ്ലുല്ലാഹ്, പള്ളി പരിപാലിക്കുന്ന കമ്മിറ്റിക്കാരൊന്നുമല്ല. ഉമ്മാറുൽ മസ്ജിദി, പള്ളിയെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി പരിപാലിച്ചു വരുന്നവർ. പള്ളിയിൽ ഇഅ്തികാഫും നിസ്കാരവും ഓത്തും ദിക്റും തസ്ബീഹും തഹ്ലീലും, അതോടൊപ്പം തന്നെ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്ന അതിന്റെ ഭാരവാഹികളും, ഇതെല്ലാം അവരും അള്ളാഹുവിന്റെ അധികാരമാണ്, കുടുംബമാണ്. ഈ 2 കൂട്ടരാണ് ഇവിടെ അള്ളാഹുവിന്റെ കുടുംബമായി വിശേഷിപ്പിക്കപ്പെട്ടത്. അപ്പൊ അള്ളാഹുവിന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഹത്വം പറഞ്ഞു, ഖുർആന്റെ മഹത്വം പറഞ്ഞു, മൻ ഊതിയൽ ഖുർആൻ, ആർക്കെങ്കിലും ഖുർആൻ പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ, അത് മനഃപ്പാഠമാക്കാൻ, ഖുർആനുമായി ബന്ധപ്പെട്ട് മനഃപ്പാഠമാക്കി ഖുർആൻ ഹാഫിളാകാൻ, അൽഹംദുലില്ലാഹ് ഭാഗ്യമല്ലേ 6 കുട്ടികൾക്ക് സനത് വാങ്ങുന്നത്. അതിൽ ഇർഷാദിയ, പ്രിയപ്പെട്ട സഹോദരൻ ഇർഷാദിയ, എത്രയോ വലിയ ഭാഗ്യമാണ്. 2 മക്കള് ഹാഫിളീകളാവുക. അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയ ഭാഗ്യമാണ്, നമുക്കൊന്നും കിട്ടാത്ത ഭാഗ്യം. ഹാഫിളാകുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുമ്പോൾ പറയും 10 പേർക്ക് അല്ലാഹു തആല റിസർവേഷൻ കൊടുത്തേക്ക എന്ത് ചെയ്യാൻ വേണ്ടി, ശുഭാകാംക്ഷ ചോദ്യപ്പെടുത്താൻ വേണ്ടി. അതുപോലെ മറ്റൊരു വാപ്പായും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ചാളുകളായിരിക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ, അവരെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ സ്നേഹിക്കുന്ന ആളെ അവർ പെടുത്തോളൂ, ഞാൻ പെടുത്തൂല, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ആർക്കെങ്കിലും ഖുർആൻ മൻ ഊതിയൽ ഖുർആൻ, ഖുർആൻ ആർക്കെങ്കിലും യൂസ് ചെയ്യാനോ പഠിക്കാനോ ഭാഗ്യം നൽകിയിട്ട് അവന് കിട്ടിയതിനേക്കാൾ ഇവിടുത്തെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു മുതലാളി,
ഏറ്റവും വലിയ സമ്പന്നൻ, വലിയൊരു രാജാവ്, അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനവും സൗകര്യങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ കാണുമ്പോൾ അദ്ദേഹം എത്ര ഭാഗ്യവാനാണ്. ഞാനിപ്പോഴും ഖുർആൻ വായിച്ച് മാൽപ്പാടാക്കിയിട്ട് ഇപ്പോഴും പള്ളിയിൽ 5000 ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആള്, എനിക്കൊന്നും അയാൾക്ക് എത്രയോ ഭാഗ്യവാനാണ് എന്നാരെങ്കിലും ഇവന് കിട്ടിയ ഖുർആൻ കിട്ടിയതിനേക്കാൾ വലുതായി ലോകത്ത് ഏതെങ്കിലും ഉണ്ട്, അധികാരമാകട്ടെ സമ്പത്താകട്ടെ ആർക്കെങ്കിലും ഉണ്ട് എന്ന് അവൻ മനസ്സിൽ കണ്ട് ചിന്തിച്ചു പോയാൽ ഈ ലോകത്ത് ബഹുമാനിച്ച, അള്ളാഹുവിന്റെ കലാമായി ബഹുമാനിച്ച ആ ഖുർആനെ നിന്ദിച്ചവനായി പോയവൻ ഒറ്റയിൽ ചിന്തിച്ച വന്നു മതി. എന്നേക്കാൾ വലിയ ആൾ അദ്ദേഹമാണ്, അവന് കിട്ടിയതാണ് മഹാഭാഗ്യം, എനിക്കതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ ചെറുപ്പത്തിലേക്ക് വിവു പഠിക്കാൻ പോയി, മറ്റേ ആൾ ബിസിനസിന് വേണ്ടി ഇറങ്ങിപ്പോയി, അവൻ വലിയ സമ്പന്നനായി ബിസിനസ്സുകാരനായി, ഞാൻ ഖുർആൻ പഠിക്കാൻ പോയി ഹാഫിളായി, ഇപ്പോൾ ഈ പള്ളിയിലെ ഇമാമായി ചുരുങ്ങി കഴിഞ്ഞുകൂടുകയാണല്ലോ എന്നെങ്ങാനും ചിന്തിച്ചു പോയാൽ തന്നെ മതി. അവൻ ബഹുമാനിച്ച അള്ളാഹുവിന്റെ കലാമിൽ, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ കലാമിൽ എത്തിച്ചത്. അതുകൊണ്ടാണല്ലോ റസൂൽ പറഞ്ഞത് ആർക്കെങ്കിലും ഖുർആൻ അള്ളാഹു ദുആഇന്റെ സമയത്ത് ചില ആൾക്കാർ റമളാൻ മാസം ഖുർആൻ ഹാഫിളിന് അല്ലാത്തതിന് പോകും, അവർക്ക് മറ്റു ചില ആൾക്കാർ ദുആ കൊണ്ടിരിക്കും. ആ ദുആക്കാരൊന്നും സമയം കിട്ടാൻ മുഴുവൻ സമയവും അള്ളാഹുവിന്റെ കലാമ് പാരായണം ചെയ്താൽ ചോദിച്ച ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കലാമുമായി ബന്ധപ്പെട്ടവർ ഞാൻ കൊടുക്കുന്നതാണ് അള്ള പറയും അറിയിച്ചു. അത്ര അള്ളാഹ് ഇഷ്ടമാണ്. കാരണം എന്താ? ഖുർആൻ ഓതുന്നവൻ അള്ളാഹുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഖുർആൻ ഓതുന്നവൻ അള്ളാഹുവിന്റെ സംസാരമാണ് സംസാരിക്കുന്നത്. പടച്ചമ്പുരാന്റെ വർത്തമാനാണ് ഖുർആൻ പഠിക്കുന്നവനും ഖുർആൻ ഓതുന്നവനും ചെയ്യുന്നത്. അതനുസരിച്ച് അതിന്റെ സ്ഥാനവും. ഒരു വീട്ടിൽ 2 മക്കളുണ്ട്, 2 പേരും ഇരട്ട മക്കളാണ്, 2 പേരും സുന്ദരന്മാരാണ്, 2 പേരും സുമുഖന്മാരാണ്, 2 പേരും താഴേക്കുള്ള സ്കൂളിൽ താഴെ തലം മുതൽ നഴ്സറി മുതൽ പഠിച്ചു. SLCക്ക് വന്നു, 2 പേർക്ക് ഒരുപോലെ മാർക്ക് കിട്ടി. +2-ലെത്തി. അതിനുശേഷം മുതൽ 2 പേരും MBA പഠിക്കാൻ വേണ്ടി മെഡിസിൻ പഠിക്കാൻ പഠിച്ചു. പഠിക്കാൻ അവിടെ ചെന്ന് ചേർന്നപ്പോൾ സുന്ദരന്മാർ ഒരു കുടുംബത്തിൽ ജനിച്ച കാണാൻ കൊള്ളാവുന്ന 2 മക്കള് ഒരേപോലെ എൻട്രൻസ് എഴുതി കിട്ടിയപ്പോൾ ഒരാൾക്ക് MBBS കിട്ടി, ഒരാൾക്ക് മൃഗഡോക്ടറാകാൻ കിട്ടി. 2 പേർക്കും പഠിക്കേണ്ട 4-5 വർഷം. 2 പേരും പഠിച്ചു വന്നു. ഒരാൾ MBBS പാസ്സായി, മറ്റേ മൃഗഡോക്ടറും പാസ്സായി വന്നു. 2 പേരും പാസ്സായി വന്നു. 2 പേർക്ക് നോക്കിയപ്പോൾ 50,000 വിദ്യാർത്ഥിന് ശമ്പളമുണ്ട്, MBBS-കാരൻ 50,000 ശമ്പളം. 2 പേരും ശമ്പളമുണ്ട്. ഒറ്റ തറവാട്, ഒരു വാപ്പാട് മക്കള്, സുന്ദരന്മാര്, 8 കുട്ടികള്. തറവാടിന് മാറ്റമില്ല, ഇതൊന്നും മാറ്റമില്ല, ശമ്പളത്തിന് മാറ്റമില്ല. അപ്പോഴാണ് ഒരാൾ കല്യാണം ആലോചിച്ച് വരും. ഈ പുതിയ 2 മക്കളെ എത്തിയിട്ടുണ്ട്. 2 മക്കൾ ഒരാൾക്ക് കല്യാണം ആലോചിച്ച് വരുമ്പോൾ ആരാ അവർ ആഗ്രഹിക്കും? മൃഗ ഡോക്ടർ വേണോ, അതല്ല മറ്റേ ഡോക്ടർ വേണോ? എപ്പോഴും ആലോചിച്ച് മറ്റേ ഡോക്ടർ മതി, MBBS മതി. എനിക്ക് മൃഗ ഡോക്ടർ വേണ്ട, വേണ്ടെന്നല്ല, മൃഗ ഡോക്ടർ കൊള്ളില്ലെന്നല്ല. ഈ 2-ൽ നിന്ന് നമ്മൾ ആഗ്രഹം ചെയ്യുന്നത്, ഈ 2-ൽ നിന്ന് ഒരേ കൊലത്തിലുള്ള, ഒരേ തറവാട്ടിലുള്ള, ഒരേ സൗന്ദര്യമുള്ള ഈ 2-ൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഇദ്ദേഹത്തെയാണ്. എന്തുകൊണ്ട്? ഒരാൾ ബന്ധപ്പെടുന്നത് പട്ടിയും പൂച്ചയും പശുവും താറാവും കോഴിയായിട്ട് ബന്ധപ്പെടും. ഒരാൾ ബന്ധപ്പെടുന്നത്, അയാൾ ബന്ധപ്പെടുന്നത്, ഈ ഡോക്ടർ മൃഗ ഡോക്ടർ ബന്ധപ്പെടുന്നത് മൃഗങ്ങളുമായിട്ടാണ്. പട്ടിയെ നോക്കേണ്ടി വരും, പശുവിനെ നോക്കേണ്ടി വരും, കാളയും പോത്തിനെ നോക്കേണ്ടി വരും. അയാൾ ബന്ധപ്പെടുന്നത് മൃഗ ഡോക്ടർ. അതേ സമയത്ത് മറ്റേയാൾ ബന്ധപ്പെടുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ അത്യുത്കൃഷ്ട സൃഷ്ടികളായ മലക്കുകളേക്കാൾ ഉന്നതന്മാരെ പ്രവാചകന്മാർ കൊടുത്തുവെങ്കിൽ അത്യുത്കൃഷ്ട സൃഷ്ടികളായ മനുഷ്യരുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് അയാൾക്ക് കൂടുതൽ സ്ഥാനം എന്നതുപോലെയാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഓതുന്ന, ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ എപ്പോഴും അള്ളാഹുമായിട്ടാണ് അവന്റെ ബന്ധം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ, അതുകൊണ്ട് അവൻ ഇങ്ങനെ ചിന്തിച്ചാൽ പോലും അതുകൊണ്ടാണല്ലോ റസൂൽ പറഞ്ഞത്, ഇന്ന അല്ലാഹു തആല പറഞ്ഞു, എനിക്ക് പറയുന്നത്, ഞാൻ പാപങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു. പാപങ്ങൾ കാണിക്കപ്പെട്ടപ്പോൾ അതിനകത്ത് ആഴമായ ഏറ്റവും വലിയ പാപം ഞാൻ കണ്ടത്, ആർക്കെങ്കിലും ഖുർആൻ ഒരായത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് ഖുർആൻ പഠിച്ചിട്ട് മറന്നുപോയതിനേക്കാൾ വലിയൊരു പാപം എനിക്ക് കാണിക്കപ്പെട്ടിട്ടില്ല. ഞാൻ കണ്ട പാപങ്ങളിൽ
ആഴമൂലമായിട്ട് ഞാൻ കണ്ട പാപം ഖുർആൻ പഠിച്ചിട്ട് മറന്നുപോയ പാപമാണ്. ഖുർആൻ പഠിച്ചിട്ട് മറന്നു പോകുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്നവരുടെ മഹത്വം ഇത്രയും വലിയ വാക്കാണെങ്കിൽ ഉപകാരം കൂടും തോറും അതിന് ഉപദ്രവം കൂടും. സൈക്കിളും ഒക്കെ വീണാൽ കൈയും കാലും ഒക്കെ പൊട്ടുകൊള്ളു. കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ വീണാൽ അവിടെ ഒളിഞ്ഞൊക്കെ പറ്റുള്ളൂ. ഫ്ലൈറ്റിൽ നിന്ന് പോയാൽ പിന്നെ ചാരായിട്ട് കിട്ടുമൊന്നും പിടികൊള്ളൊന്നുമില്ല. ഉപകാരം കൂടുന്തോറും ഉപകാരത്തിന്റെ ഗുണം കൂടുന്തോറും ദോഷവും കൂടും. ഖുർആൻ കൊണ്ട് അല്ലാഹു തആല ഇത്രയും ആദരിച്ച മനുഷ്യൻ ഖുർആനെങ്ങാനും മറന്നുപോയാൽ അതുകൊണ്ടാണ് ഹാഫിദീങ്ങൾ സ്ഥിരമായി ഒതുക്കൊണ്ട് പഠിക്കാൻ എളുപ്പവും പറക്കാൻ എളുപ്പവും. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം റഹ്മത്തുള്ളാഹിയിലേക്ക് നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, നമസ്കാരം ഖളാ ഉള്ളവരെ സംബന്ധിച്ച് ഫർദ് നമസ്കാരം ഖളാ ഉള്ളവരെ സംബന്ധിച്ച് സുന്നത്ത് ഹറാമാണെന്ന്. സുന്നത്ത് ഹറാമാണെന്നല്ല, അവന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ സമയം കഴിച്ച് ബാക്കി മുഴുവൻ സമയവും സുന്നത്തായ പ്രവാഹമാണെങ്കിലും സുന്നത്തായ ഉംറയാണെങ്കിലും സുന്നത്തായ ഹജ്ജാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഫർദ് നിർവഹിക്കണം. അത് കഴിച്ചിട്ട് പോവാം. കളി, വായന, കളി, ചിരി, അഡ്ഡാ തോതല്, ഓരോ തോതല്, റാത്തി തോതല്, കുത്തുബിയ തോതല്, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിസ്കാരം കഥ ഉണ്ടെങ്കിൽ അത് വീട്ടിലല്ലാതെ അവർ നിർബന്ധമായ കാര്യമാണ് മറ്റുള്ളവർക്ക് ചിന്താകാമോ? ഇതുപോലെ തന്നെയാണ് ഖുർആൻ പ്രായപൂർത്തിയെത്തിയിട്ടും ഖുർആൻ മറന്നുപോയാൽ, സൂറത്തുകളോ ആയത്തുകളോ പഠിച്ചത് മറന്നുപോയാൽ, ആ മറന്നുപോയ ആള് അവന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ സമയം കഴിച്ച് ബാക്കി മുഴുവൻ സമയവും മറന്നുപോയ ഖുർആൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ഖുർആൻ വീണ്ടും മനഃപ്പാഠമാക്കാൻ ശ്രമിക്കാനാണ് അവർ നിർബന്ധമായത്. ബാക്കി എല്ലാം ഒഴിവാക്കി വെക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കിട്ടുക, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കിട്ടുക, അത് ഹാഫിളാകാൻ കിട്ടുക എന്ന് മഹാഭാഗ്യമാണ്. ഇതിലുണ്ട് ഒരു അച്ഛൻ പറഞ്ഞത്, ഒരു ചെറുപ്പക്കാരൻ്റെ അച്ഛനോട് എപ്പോഴും വാട്സപ്പിൽ ഒരു അച്ഛൻ, ആ അച്ഛൻ പറയുന്നത് ഈ രാജ്യത്തെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായ വിശ്വാസമുള്ള ഒരു മുസ്ലിങ്ങളാണ്. എല്ലാത്തേക്കാളും കാണും ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ബാക്കി ലോകത്തുള്ള മതക്കാരിൽ ഏറ്റവും കൂടുതൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരു മൂന്നാണെന്ന് ഈ അച്ഛൻ എപ്പോഴും പറഞ്ഞു. അത് ഇസ്ലാമിയൊന്നും പോയ അച്ഛനാണെന്ന് കേൾക്കാൻ എന്തായിക്കോട്ടെ, പുള്ളി എപ്പോഴും ഭാര്യയെ കൂട്ടി നിർത്തി കൊണ്ടുവന്ന വാട്സപ്പിൽ വരുന്ന അച്ഛൻ. അതേ അതിന് പറഞ്ഞ കാരണങ്ങൾ മൂന്നാണ്. ഒന്ന്, മുസ്ലിങ്ങൾക്ക് ഇത്രയും വിശ്വാസം ശക്തമായ ഈമാനം ഉണ്ടാകാൻ കാരണം, ഒന്ന്, അവരെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആസ്പത്രിയിലായിട്ട് വീട്ടിൽ പ്രസവിക്കില്ല, ആസ്പത്രിയിലാവട്ടെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ, ഞാൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞു, പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ ആദ്യം തന്നെ നേഴ്സ് സിസ്റ്റർ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ പിതാവിനെയോ മാതാവ് പ്രസവിച്ചെടുക്കുവാണോ, ആ കുഞ്ഞിന്റെ പിതാവിനെയോ കുടുംബാദികളെയോ കാണിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ വെല്ലുമ്മ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ വെല്ലുപ്പ ആരായിക്കോട്ടെ ആ കുട്ടിയെ കണ്ടു വാങ്ങിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അച്ഛൻ അങ്ങനെ തന്നെ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കൊച്ചിനെ സ്വീകരിക്കുന്നത്. അതെല്ലാം സ്വീകരിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞാൽ ഒന്ന്, ഫസ്റ്റ് ആ കൊച്ചിനെ കാണും, കൊച്ചിനെ കയ്യിൽ സ്വീകരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ആദ്യം അവൻ കേട്ടു. രണ്ടാമത് ആ കൊച്ചിനെ ഉടൻ തന്നെ ചെയ്യുന്ന വലത് ചെവിയിൽ ബാങ്കും, ഇടത് ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് മാത്രം പ്രസവിക്കുന്ന ആ സമയത്തെ ബാങ്കിന് മാത്രം ഇസ്ലാമിൽ ശ്രദ്ധയില്ലാത്തതുള്ളൂ. ബാക്കി ഏത് ബാങ്കിലും മുസ്ലിം അവർ ശ്രദ്ധാണ്. അതേ സമയത്ത് പ്രസവിച്ചെടുക്കുന്ന പ്രസവത്തിന്റെ സമയത്ത് ആ കുട്ടിയെ കേൾപ്പിക്കേണ്ട ബാങ്കിനെ ഇസ്ലാം ഒരു ശ്രദ്ധയില്ല. വേണമെങ്കിൽ അവിടെ നിൽക്കുന്ന നേഴ്സ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറഞ്ഞാലും മതി. കാരണം ആദ്യം കേൾക്കുന്ന ശബ്ദം അല്ലാഹു അക്ബർ അല്ലാഹ് എന്ന ശബ്ദമായിരിക്കണം. അതുകൊണ്ട് രണ്ടാമതായി ആ കുട്ടികൾ കേൾക്കുന്നത് ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അച്ഛൻ പറയാ, രണ്ടാമത് ആ കുട്ടികൾ കേൾക്കുന്നത് ബാങ്കും. കാരണം ക്ലീൻ ബോർഡാണ്, ആ ബോർഡിൽ ഒന്നും എഴുതിയിട്ടില്ല. ആ ബോർഡിലേക്ക് ആദ്യം ചെല്ലുന്നതാണ് അല്ലാഹു അക്ബർ. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്ര കട്ടിയായ വിശ്വാസം ഈ മുസ്ലിം കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് എങ്ങനെ ഉണ്ടായി? മൂന്നാമത് അച്ഛൻ പറഞ്ഞു, വേറെ ഒരു മതക്കാർക്കും ഇല്ലാത്ത, മറ്റൊരു മതക്കാർക്കും ഇല്ലാത്ത 4-5 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടിയെ മതം പഠിപ്പിക്കാൻ വേണ്ടി, ആ കുട്ടിയെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി, അവിടെ ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട ഗ്രന്ഥമായ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ആ കുട്ടിയെ മദ്രസയിലേക്ക് അയക്കും. അവിടെ ചെല്ലുമ്പോൾ അൽഫുമായി അക്ഷരം പഠിപ്പിച്ചാൽ ആ അക്ഷരങ്ങളെക്കാൾ ഉപരി ആദ്യം തന്നെ ഗുരുനാഥൻ ആ കുട്ടിക്ക് വിസ്മി പറഞ്ഞു കൊടുക്കും. ആദ്യം കേൾക്കുന്നത് ആ കുട്ടി 6 7 അല്ലെങ്കിൽ 10 വയസ്സാകുമ്പോഴേക്കും വിശുദ്ധമായ ഖുർആൻ ദിവലംബരി മദ്രസയിൽ ഇങ്ങനെ ഓതി കുറേശ്ശെ ഓതി അബ്ദുല്ല കുറേശ്ശെ ഓതി പഠിക്കാൻ വേണ്ടി ആ കുട്ടി 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് വരെ വിശുദ്ധമായ ഖുർആൻ ദിവസം ഒഴിവില്ലാത്ത
ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ചെയ്യുന്ന, അവന്റെ ഈമാൻ ബലപ്പെടുത്തുന്ന, അവന്റെ വിശ്വാസത്തിന് കട്ടികൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും കൂടിയാണ് വിശുദ്ധ ഖുർആന്റെ സ്വാധീനം. അതിൽ ലോകത്തൊരു മതത്തിനുമില്ല. അതുകൊണ്ട് തന്നെ ഈ 3 കാരണങ്ങളാണ് അച്ഛൻ പറഞ്ഞു. ഈ 3 കാരണങ്ങളാണ് മുസ്ലിം വിഭാഗത്തിന് ഈ ലോകത്ത് മറ്റുള്ള മതങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വിശ്വാസവും ഏറ്റവും കൂടുതൽ ശക്തമായ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം ഖുർആൻ ചെലുത്തുന്ന സ്വാധീനമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധമായ ഖുർആൻ അതിനെ ഹാഫിളാകാൻ, അതിനെ ഹിഫ്ള് ചെയ്യാൻ അതിന് ഭാഗ്യം കിട്ടിയ മഹാന്മാർ, ഹാഫിളീങ്ങൾ, അതിൽ കിട്ടിയ രക്ഷകർത്താക്കൾ പഠിച്ചവരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതിന്റെ വാപ്പയും ഉമ്മയും എത്ര സന്തോഷിക്കണം. അള്ളാഹു നമ്മള് കല്യാണത്തിന് വലിമത്ത് സുന്നത്തുണ്ട്, വിവാഹ സദ്യ. ആ സുന്നത്തായ സദ്യകളുടെ കൂട്ടത്തിൽ 9 സദ്യ എന്നുണ്ട്. ഇപ്പോ നമുക്ക് കിട്ടുമോ എങ്കിലും ചോദിക്കുമ്പോൾ പറഞ്ഞു വെച്ചിട്ട് പോകാമല്ലോ കിട്ടത്തെ. 9 സദ്യ എന്നും ആ കൂട്ടത്തില്. ആ 9 സദ്യയിൽ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സദ്യയാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം, അവർ വീട് കൂടിയതിനു ശേഷം, ഭാര്യ ഭർത്താക്കൾ ഒരുമിച്ച് താമസിച്ചതിന് ശേഷം അവർക്ക് വലിമത്ത് കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ അസ്ലി സുന്നത്ത് കിട്ടണമെങ്കിൽ വിവാഹ സദ്യ കൊടുത്ത അസ്ലി യഥാർത്ഥ സുന്നത്തെങ്കിലും കിട്ടണമെങ്കിൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കും. അതിന് മുമ്പ് കൊടുത്താൽ ചാപ്പാട് കൊടുത്ത കൂലി കിട്ടും. വിവാഹ സദ്യയുടെ സുന്നത്ത് എന്ത് ചെയ്യരുത്, തലേന്നും പിന്നെ നിക്കാഹിന് മുമ്പൊക്കെ കൊടുക്കണമല്ലോ. അതിന് വിവാഹ സദ്യയുടെ സുന്നത്തല്ല, അത് ആഹാരം കുടുംബാദികളും ആളുകൾക്ക് കുറിച്ച് ആഹാരം കൊടുത്ത സുന്നത്ത്. അപ്പൊ അതുകൊണ്ട് അതൊരു സുന്നത്താണ്. ഇങ്ങനെ പല സുന്നത്ത് വന്നു. പിന്നെ പ്രസവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹുർസ് എന്ന് പറഞ്ഞാൽ പ്രസവത്തിൽ നിന്ന് തനിക്ക് ഒരു പ്രസവ വേദനയോടുകൂടി ഒരു സ്ത്രീ മരിച്ചാൽ ആ സ്ത്രീക്ക് സ്വർഗമുണ്ട്, ഷഹീദിന്റെ പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത്ര വിഷമകരമായ ആണ് പ്രസവം. ആ പ്രസവത്തിൽ പഠിച്ചവരൊന്നും വരുത്താതെ എന്റെ ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ഒരു അപകടവും പ്രസവത്തിന്റെ കെടുതികളൊന്നും വരാതെ കണ്ട് പ്രസവിച്ചല്ലോ എന്നതിന്റെ പേരിൽ ഒരു സദ്യ കൊടുക്കുന്ന സുന്നത്തുണ്ട്. ആരും കൊടുക്കണ്ടോ 40 മണിക്ക് ആൾക്കാരെ വിളിച്ചു കൊടുക്കണല്ലേ. അത് വേറെ ഒരു ആചാരം. 40 കുടിക്കുക അതല്ല. ഉസ്താദ് 40 കാര്യം പറഞ്ഞു പറയണ്ട, അത് കൊടുക്കായിക്കോട്ടെ. ഇതിന്റെ പേരിൽ കൊടുക്കുന്ന സുന്നത്തുണ്ട്. പിന്നെ വീട് താമസം അതേപോലെ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കി ഹിഫ്ള് പൂർത്തിയാക്കി, ആ ഹിഫ്ള് പൂർത്തിയാക്കിയ സന്തോഷത്തിൽ ആ വീട്ടുകാർ, കുടുംബാദികൾ, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഒരു സദ്യ കൊടുക്കുന്ന സുന്നത്തുണ്ട്. 6 മക്കൾക്കും കൊടുക്കുന്ന സദ്യ. 6 ഹാഫിളീങ്ങൾക്ക് ഒരു കുടുംബാദികൾ എല്ലാവരും വിളിച്ചു കൊടുത്തോണമെന്നില്ല. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഈ സന്തോഷം പഠിച്ചവനെ അള്ളാഹുവിന്റെ കലാം എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ, എന്റെ മോന് ഭാഗ്യമുണ്ടായല്ലോ, എന്റെ മോൾക്ക് ഭാഗ്യമുണ്ടായല്ലോ, എന്റെ ഉപ്പാപ്പാക്ക് കിട്ടിയിട്ടില്ലല്ലോ, എന്റെ വാപ്പാക്ക് കിട്ടിയിട്ടില്ലല്ലോ, പഠിച്ചവനെ എന്നെ ഈ കുഞ്ഞിനെ കിട്ടിയല്ലോ. ആ സന്തോഷത്തിന്റെ പേരിൽ സന്തോഷത്തോട് കൂടെ എന്ത് ചെയ്യണം, അവർക്ക് ആളുകളെ കുടുംബാദികളെങ്കിലും വിളിച്ചുകൊണ്ട് സദ്യ കൊടുക്കൽ സുന്നത്താണ്. ഇങ്ങനെ ഞാൻ മുമ്പ് സദ്യ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സദ്യ സുന്നത്താക്കി വെച്ചിരിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യം കൂടിയാണ് ഹിഫ്ള് ഖുർആൻ. ആ ഭാഗ്യം നീണ്ടുകൊണ്ടിരിക്കാൻ നിർത്തുന്നു. അതുകൊണ്ട് ആ മഹാഭാഗ്യം കിട്ടിയ ആ കുട്ടികൾ അല്ലാഹു തആല ഹിഫ്ള്, എന്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഹിഫ്ള് എന്നത് എന്റെ ഒപ്പം പഠിച്ച ആളുകളെ എനിക്കറിയാം. ഞാൻ ഓർക്കുമ്പോൾ ജലാലിയായുടെ ഒരു മകൻ എന്റെ ഒപ്പം പഠിച്ചിരുന്നതാണ്. പക്ഷേ ഉസ്താദ് എപ്പോഴും ഹാപ്പി ഇനി ഓതണമെന്ന് പറയും. പക്ഷെ അവൻ തൃശ്ശാപ്പള്ളിയിൽ നിന്ന്, പണ്ട് പഴയ കാലത്ത് തൃശ്ശാപ്പള്ളിയിൽ ഹിഫ്ള് പഠിച്ച ആവശ്യമൊന്നും അറിയില്ല, ഒക്കെ പോയി. അവന്റെ ബിസിനസ്സുകാരെ പോയെല്ലാം ഒന്നും കിട്ടുന്നില്ല. എന്റെ അടുത്ത് പല കുട്ടികളും പഠിച്ചവർ ഹാഫിളീങ്ങൾ ഓതാൻ വന്നിട്ടുണ്ട്. അതിൽ ദരിദ്രക്കാരോട് തങ്ങൾ എന്നും ദിവസം ഇരുന്ന് 3-4 കേസ് പോകുന്നു. ബാക്കിയുള്ളവർ ഓതാത്തത് കൊണ്ട് അവർക്കൊന്നും ഓതാൻ, ഞാൻ ഇടയ്ക്ക് ഹദീസ് പോകുമ്പോൾ ആയത്തൊരു ഓതാൻ പോയപ്പോൾ കിട്ടാറില്ല. അത് ഹിഫ്ള് കിട്ടണമെങ്കിൽ പഠിക്കൽ വളരെ എളുപ്പമാണ്, മറക്കലും പെട്ടെന്ന്. അതുകൊണ്ട് നിർബന്ധമായും രക്ഷകർത്താക്കൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ മക്കള് ഇത് നിലനിൽക്കണമെങ്കിൽ ഹാഫിള് ആലിമും കൂടിയാണ്. ഹിഫ്ള് പുലർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആലിം കൂടിയായി 6-7 വർഷം ഓതുമ്പോഴേക്കും ഖുർആനിനെ നിർത്തിക്കൊണ്ട് ഹാഫിളാകാം. അല്ല ഇങ്ങനെ ഹാഫിളാകാൻ, ആലിമാകാൻ പറ്റാത്തവരാണെങ്കിൽ നിർബന്ധമായും രക്ഷകർത്താക്കള് ആ കുട്ടികളെ കൊണ്ട് മറന്നു പോകാതെ നിർബന്ധമായും 2-3 ദിവസം ചോദിച്ച് നിലനിർത്തിയില്ലെങ്കിൽ അതിന്റെ കുറ്റവും പാവവും പാലും കൂടി നമ്മളെ കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഹാഫിളീങ്ങൾ പഠിച്ചവരെ ആലിമാകാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇല്ലെങ്കിൽ ദിവസവും പോയി ഓതിയെങ്കിലും ചെയ്യുക. അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഗുരുനാഥന്മാര്, അതിനുവേണ്ടി ഇത് ഒരുക്കി തന്ന ഈ പ്രസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ
വളരെ ത്യാഗോജ്വലമായ കാര്യമാണ് പ്രസ്ഥാനം നടത്തിക്കൊണ്ട് ഇർഷാദി ട്രസ്റ്റിന്റെ ചെയർമാനും അതിന്റെ പ്രവർത്തകർക്കും അതിന്റെ ഉസ്താദുമാർക്കും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ കലാമാണ്. അത് ബന്ധപ്പെടുന്നവരെ ഈ കുടുംബത്തെ അള്ളാഹു ഒരിക്കലും പരാജയപ്പെടുത്തില്ല. അതുമായി ആത്മാർത്ഥമായി ബന്ധപ്പെട്ടാൽ ഒരിക്കലും അവനെയും അവന്റെ കുടുംബത്തെ അള്ളാഹു പരാജയപ്പെടുത്തില്ല. അതുകൊണ്ട് അള്ളാഹു തആല കുടുംബങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഈ കുടുംബങ്ങൾക്ക് അള്ളാഹു തആല എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മക്കൾക്ക് നിലനിർത്തിക്കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ദുആയിൽ വഹിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മദീനത്തെ റുഹാനി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പണ്ഡിതന്മാരെ, ഹാഫിദുകളെ, അവിടെ രക്ഷകർത്താക്കളെ എഴുതിയിരിക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, ഇന്ന് വളരെ സന്തോഷത്തിൻ്റെയും ഒരു സൗഭാഗ്യത്തിൻ്റെയും ഒരു ആത്മസംതൃപ്തിയുടെയും ഒരു ദിവസവും നിമിഷങ്ങളുമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ഷെയ്ഖുന ദക്ഷിണകേരള ജംഇയ്യത്തുൽ ഉലമാ സംസ്ഥാന ഉപാധ്യക്ഷൻ, എൻ്റെ ജ്യേഷ്ഠൻ പുതിയാപ്പിളയും കൂടിയായ എം പി അബ്ദുൽ ഖാദർ ഉസ്താദ് അവർ വളരെ വിശദമായി നമുക്ക് മനസ്സിലാകുന്ന, മനസ്സിൽ കൊള്ളുന്ന ഭാഷയിൽ വളരെ വ്യക്തമായി പറഞ്ഞു തരും. ഇനിയും ഇവിടെ അൽഹംദുലില്ലാഹ് പ്രസംഗിക്കാൻ ഉസ്താദുമാരുണ്ട്. നമ്മുടെ ഹിഫ്ള് പൂർത്തിയാക്കി സനദുവാകുന്ന മുതഅല്ലിമീങ്ങളുടെ, ഹാഫിദുകളുടെ ഖിറാഅത്തുണ്ട്. അടുത്ത അധ്യയന വർഷം ഹിഫ്ള് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒരു കിതാബ് ഓതി, അതോടൊപ്പം തന്നെ അവരുടെ 10ാം ക്ലാസ്, പ്ലസ് 2 തുടങ്ങിയുള്ള പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷൻ, ഇതുമൊക്കെ ഇവിടെ തന്നെ നമുക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് പ്ലസ് 2 കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് അവർ വിദേശ യൂണിവേഴ്സിറ്റികളിൽ, ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്, അവർക്ക് സ്കോളർഷിപ്പോടുകൂടി അവർക്ക് ഉപരിപഠനം നടത്താവുന്നത്. IIUM ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മലേഷ്യ, ബ്രൂണൈ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഷാർജ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തുടങ്ങിയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം പ്ലസ് 2 കഴിയുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ എൻട്രൻസ് എക്സാം പാസ്സായി നിശ്ചിതമായ മാർക്ക് കിട്ടിയാൽ അവരെ മാസം സ്കോളർഷിപ്പ് കൊടുത്തവർ പഠിപ്പിക്കും. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോടുകൂടി, സൗകര്യങ്ങളോടുകൂടി. അതിന് പുറമെ ഏകദേശം 32,000 35,000 രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിച്ച് അവർ ഏത് തരത്തിലൂടെ എത്താൻ പറ്റുമോ, PhD അതിൻ്റെ മുകളിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഇന്ന് ലോകത്ത് എല്ലായിടത്തും വളരെ സുതാര്യമാണ്. അപ്പം നമ്മുടെ ഒരു ലക്ഷ്യം, നമ്മുടെ മക്കൾ ഹിഫ്ള് കഴിഞ്ഞു, അവരുടെ ഹിഫ്ള് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഹിഫ്ള് സൂക്ഷിക്കപ്പെടണം, അതിന് അവർക്ക് ആലിം കോഴ്സ് കൊടുക്കണം, അവർ ആലിമികളാണ്. അതോടൊപ്പം തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി, ക്രിയാത്മകത, അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതും അവർക്ക് കൊടുത്ത് നല്ല പ്രഗത്ഭരായ, എല്ലാ കഴിവും ഉള്ളവരായി എവിടെ വേണമെങ്കിലും പറന്നെത്താൻ അവർക്ക് ചിറകുകൾ മുളപ്പിച്ച് ചിറകുകൾക്ക് ശക്തി നൽകി ലോകത്ത് പാറി പറക്കുന്ന നല്ല ശക്തരായ ദീനിൻ്റെ ദാഴികളായി, ഖുർആന്റെ വാഹകരായി, ഖുർആന്റെ വെളിച്ചമായി, ആ വെളിച്ചം സ്വന്തം ജീവിതത്തിലും ലോകത്ത് മുഴുവൻ എത്തിക്കാൻ പ്രഗത്ഭരായ നല്ല മിടുക്കരായ കുട്ടികളെ വാർത്തെടുക്കുക എന്നതാണ് ഇർഷാദിയെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുവേണ്ടിയുള്ള വളരെ ശക്തമായ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ കിതാബിൻ്റെ പഠനവും ഇൻഷാ അല്ലാഹ് ഇവിടെ ആരംഭിക്കുന്നുണ്ട്, അവർക്ക് സനദ് കൊടുക്കുന്നതിന് മുൻപായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അനുഗ്രഹീതമായ സദസ്സ്, ഇതിനെല്ലാം സാക്ഷിയാവാൻ നമുക്ക് അള്ളാഹു നമ്മുടെ ആയുസ്സിൽ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി എന്നുള്ളത് അള്ളാഹു നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ കരുണയും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹവുമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ 2-3 വിഭാഗങ്ങളാണ്. ഒന്ന് മലക്കുകളാണ്. മലക്കുകൾ അള്ളാഹു അങ്ങനെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാഹു എന്ത് കൽപ്പിക്കുന്നോ അത് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ.
അവർക്ക് അള്ളാഹ്ക്കെതിരെ ചെയ്യണമെന്ന് വിചാരിക്കാനും പറ്റില്ല, വിചാരിച്ചാൽ ചെയ്യാനും പറ്റില്ല, വിചാരിക്കാനേ പറ്റില്ല. അങ്ങനത്തെ ഒരു രീതി അവർക്കില്ല, ഒരു നേച്ചർ അവർക്കില്ല. അവരോട് എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അത് മാത്രം ചെയ്യുന്ന, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് 100% അനുസരിക്കുന്ന മലക്കുകൾ. മറ്റൊന്ന് നമ്മളെ പോലത്തെ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പല വിഭാഗങ്ങളുണ്ട്. മുഅ്മിനീങ്ങൾ, ഈമാൻ ഇല്ലാത്തവർ, സ്വാലിഹീങ്ങൾ അല്ലാത്തവർ. ഈ സ്വാലിഹീങ്ങൾ മുഅ്മിനീങ്ങളിൽ തന്നെ അള്ളാഹു പലരെയും പല ദർജയിൽ അള്ളാഹു ആക്കിയിട്ടുണ്ട്. പല ദർജയിലും അള്ളാഹു ആക്കിയിട്ടുണ്ട് മുഅ്മിനീങ്ങളെ തന്നെ. എല്ലാം ഒറ്റ ദർജക്കാരല്ല, ഒറ്റ ഗ്രേഡുകാരല്ല. ഈ മുഅ്മിനീങ്ങളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാം, അള്ളാഹു നേരിട്ട് വന്ന അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുക എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി നമ്മളിങ്ങനെ നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന അർത്ഥം. അള്ളാഹു നമ്മളെ പറഞ്ഞു, അല്ലേ സത്യവിശ്വാസികൾ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ സൂക്ഷിക്കണേ. അള്ളാഹു പറയാൻ നേരിട്ട്, അള്ളാഹു സംസാരിക്കുക. ഒതുകൊടുക്കാൻ പോകുന്ന സത്യവിശ്വാസി പറയാണ്, സത്യവിശ്വാസി, നീ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നീ അതിന് മുഖം കഴുകണം, കൈ മുട്ടുവര കഴുകണം, തല തടകണം, കാല് കഴുകണം. ഇതൊക്കെ അള്ളാഹു നമ്മൾ പറയുക, നീ സംസാരിക്കാണ്. അതാണ് ഖുർആൻ. അതാണ് ഖുർആന്റെ പാരായണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഭയങ്കര രസമാണ്, ഭയങ്കര ടേസ്റ്റാണ്. എത്ര ഓതിയാലും, എത്ര കേട്ടാലും, എത്ര ഓതിയാലും ഒരിക്കലും മതി വരാത്ത, കുറേ ഓതിയപ്പോൾ കുറേ ഓതുന്നു, ബോറടിക്കുന്നു, അങ്ങനെ ഒരാളുടെയും മനസ്സിൽ ഇതുവരെ തോന്നിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ക്ഷീണം വന്നിട്ടുണ്ടാവും, ഉറക്കം വന്നിട്ടുണ്ടാവും, അത് വേറെ. ഖുർആൻ ഓതി മതിയായി, കുറേ ഓതി ഖുർആൻ ഓതി മതിയായി ഒരിക്കലും ഒരാളുടെ ഹൃദയത്തിൽ തോന്നാത്തത്ര മാസ്മരികമായ ശക്തിയുള്ള ഒരു പ്രകാശമായി, ഒരു വെളിച്ചമായി, ഒരു അനുഗ്രഹമായി, ഒരു റഹ്മത്തായി, ഒരു ബറക്കത്തായി എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും പെയ്തിറങ്ങുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ്, ഒരു മഹത്തായ ശബ്ദമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ പെടുത്തിയിരിക്കുന്നത് മഅൽ അബ്റാർ, അള്ളാഹുവിൻ്റെ അബ്റാരികളായ മലക്കുകളുടെ പട്ടികയിലാണ്. അവർ മനുഷ്യരുടെ പട്ടികയിലല്ല, അവർ മുഅ്മിനീങ്ങളുടെയും പട്ടികയിലല്ല, സ്വാലിഹീങ്ങളുടെയും പട്ടികയിലല്ല, അവര് മലക്കുകളുടെ കൂട്ടത്തിലുള്ളവരാണ്. മലക്കുകളുടെ കൂട്ടത്തിലാണ് പരിശുദ്ധമായ ഹാഫിളുകൾ എഴുതിയത്. അമ്പിയാക്കളുടെ അനന്തരാവകാശികളായിട്ട് നുബുവത്തിന്റെ ഒരു ദറജ ഒഴിച്ച് ബാക്കി എല്ലാ പദവികളും കരസ്ഥമാക്കാൻ പറ്റുന്നവരാണ് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൻ്റെ വാഹകരായി അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി ലോകത്ത് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെന്ന് പറയുന്നത്. ഒരു ഹാഫിളിന്റെ ജീവിതത്തിൽ മാത്രമല്ല, അവൻ മരിച്ചാലും അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനായി, ഏറ്റവും പരിശുദ്ധനായി, അവന്റെ ശരീരത്തെ പോലും ഭൂമിക്ക് ഹറാമാക്കി, ഭൂമിക്ക് നിഷിദ്ധമാക്കി, ഭൂമിയിൽ അലിഞ്ഞു ചേരാതെ അവൻ അവന്റെ കഫംപുടയിൽ പോലും 100 വർഷം കഴിഞ്ഞാലും 1000 വർഷം കഴിഞ്ഞാലും അവനെ കബറടക്കിയ ആ ദിവസത്തിൽ എങ്ങനെയാണോ ആ പുത്തൻ കഫംപുടയിരുന്നത്, അതേപോലെ അവന്റെ കഫംപുട പോലും സൃഷ്ടാവ് പരിപാലിക്കും. ഈ ശ്രേഷ്ഠത അമ്പിയാക്കൾക്കുള്ളതാണ്. ഒരു നബിയുടെയും ശരീരത്തെ കബർ തിന്നുകയില്ല, ഭൂമി തിന്നുകയില്ല. അതേപോലെ പല ആളുകളുണ്ട്, അമ്പിയാക്കൾ, ശുഹദാക്കൾ, അതേപോലെ തന്നെ ഔലിയാക്കൾ, അങ്ങനെ അള്ളാഹു തിരഞ്ഞെടുത്തിട്ട ഉഖ്റവിയായ ഉലമാക്കൾ, അതിൽപ്പെട്ട ഒരു കൂട്ടരാണ് ഖുർആന്റെ വാഹകർ. ഖുർആൻ പഠിച്ചു എന്നത് മാത്രമല്ല, ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് ഒരു സഞ്ചരിക്കുന്ന ഖുർആനായി,
അവന്റെ നടത്തം കണ്ടാൽ ഖുർആൻ എങ്ങനെയാ സത്യവിശ്വാസിയോട് നടക്കാൻ പറഞ്ഞത്? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ഒരു സത്യവിശ്വാസിയായ യഥാർത്ഥ ഒരു ഹാഫിദ് അവൻ നടന്നു പോകുന്ന കണ്ടാൽ ഖുർആൻ സഞ്ചരിക്കുകയാണെന്ന് തോന്നും. അവനോട് സംസാരിച്ചാൽ അവന്റെ മധുരമായ വാക്കുകൾ ഖുർആനിന്റെ മാധുര്യമാണ്, ഖുർആനിന്റെ ആശയമാണ്, ഖുർആനിന്റെ സംസ്കാരമാണ് അവന്റെ വായിൽ നിന്ന് വരികയുള്ളൂ. അങ്ങനത്തെ മധുരമായ സന്തോഷമായ സംസാരങ്ങളും സംസ്കാരങ്ങളും അങ്ങനെ ജീവിച്ച് ഖുർആന്റെ ദായിയായി ഖുർആനിന്റെ സന്ദേശം ലോകത്ത് മുഴുവൻ കുടുംബത്തിലും അയൽവാസികൾ ലോകത്ത് മുഴുവൻ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥ ഒരു ഹാഫിദ് മരണപ്പെട്ടാൽ അവന്റെ കണ്ണുടയ്ക്ക് പോലും ഒരു മങ്ങലേൽപ്പിക്കാൻ ആർക്ക് സാധിക്കുകയില്ല. അവന്റെ രോമങ്ങൾ അതുപോലെ ഇരിക്കും, അവന്റെ മുഖത്തെ പ്രകാശം അതുപോലെ ഇരിക്കും. എത്ര വർഷം കബറിൽ കിടന്നാലും നമ്മൾ എത്രയെത്ര സഹാബികളുടെ കബറുകൾ യാദൃശ്ചികമായി തുറക്കപ്പെട്ടപ്പോൾ അവരെ കണ്ടു. നമ്മൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഷഹീദാക്കപ്പെട്ട ശുഹദാക്കളുടെ അവരുടെ കബറുകൾ തുറക്കപ്പെട്ടപ്പോൾ കണ്ടു. നമ്മൾ അങ്ങനെ പല ഉലമാക്കൾ ഉഖ്റവിയായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കബർ തുറക്കപ്പെട്ടപ്പോൾ നമ്മളൊക്കെ കണ്ടതാണ്. അവരുടെ കബമ്പുടയ്ക്ക് പോലും ഒരു പഴക്കമേൽക്കാതെ പുത്തൻ തുണികളായി അപ്പോഴും അവിടെ ഇരിക്കുകയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം. ഇതാണ് അല്ലാഹുവിന്റെ ബഹുമാനം. ഇനി ഖിയാമത്ത് നാളെത്തിയാൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഖിയാമത്ത് നാളെത്തിയാൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും അവർക്ക് ഒരു കിരീടം ധരിപ്പിക്കപ്പെടും. ഒരു കിരീടം ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനം ജനിച്ചു മരിച്ച മനുഷ്യന് വരെ മുഴുവൻ മനുഷ്യരെയും അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കി കഴിയുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച് ജീവിച്ച് മരിച്ച ഹാഫിദിനെ ഹാജരാക്കിയിട്ട് അവൻ അള്ളാഹു ബഹുമാനത്തോടു കൂടി ഒരു കിരീടം ധരിപ്പിക്കപ്പെടും. ആ കിരീടം അത് പ്രകാശമുള്ള കിരീടമാണ്. അന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു, ഇതെന്റെ മോനായിരുന്നെങ്കിൽ, ഞാനായിരുന്നെങ്കിൽ. അതിന് പുറമെ അള്ളാഹു പ്രത്യേക ബഹുമാനിച്ച് അവർക്ക് ഒരു ജോഡി വസ്ത്രം ധരിപ്പിക്കപ്പെടും. ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും വിലപ്പെട്ട ഒരു ജോഡി വസ്ത്രം ധരിപ്പിക്കപ്പെടും. ഇത് അവന് മാത്രം കിട്ടുന്ന ശ്രേഷ്ഠതയല്ല. പിന്നീട് അള്ളാഹു ഈ മുഴുവൻ മാനവ സമൂഹത്തെയും, മുഴുവൻ അമ്പിയാക്കളെയും, മുഴുവൻ സിദ്ദീഖീങ്ങളെയും സ്വാലിഹീങ്ങളെയും ശുഹദാക്കളെയും അള്ളാഹു ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന മഹ്ശറ മൈതാനിയിൽ അവന്റെ മാതാപിതാക്കളെ വിളിക്കും. ഇന്നയാളുടെ ഉദാഹരണത്തിന് അബ്ദുള്ള ബിൻ ഹഫ്സ, ഉമ്മാടെ പേര് കൂട്ടിയ മഹ്ശറ വിളിക്കാം കേട്ടോ, വാപ്പാടെ പേര് കൂട്ടി എല്ലാം വിളിക്കാം. ഉമ്മമാരുടെ മഹത്വമാണത്. കാരണം ഈ മക്കളൊക്കെ ഇതൊക്കെ ആവണമെങ്കിൽ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിക്കേണ്ടി വരുന്നത് ഉമ്മമാരാണ്. ഒന്ന് മക്കളെ കാണാമെന്നുള്ളത് ഉമ്മമാർക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഉമ്മയ്ക്ക് ഏത് ഉപ്പയ്ക്ക് മക്കളെ കാണുന്നത് ഇഷ്ടമല്ലാത്തത്, അവരെ കാണുന്നത് തന്നെ സന്തോഷമാണ്. അപ്പൊ ആ സന്തോഷമെല്ലാം മാറ്റിവെച്ച് അവരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ ഏൽപ്പിച്ച് അവരെ അവിടുത്തെ പരിമിതികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മക്കളെ പഠിക്കാൻ വേണ്ടി വിടുന്നവർക്കെല്ലാം പ്രോത്സാഹനം ചെയ്യുന്നു. 5 നേരത്തെ നമസ്കാരത്തിലും 6ാമത്തെ തഹജ്ജുദിന്റെ ദുആയിലും ഒക്കെ ആ മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊലിപ്പിച്ചൊരു ദുആ ചെയ്ത് കഴിഞ്ഞുകൊടുന്ന ഉമ്മമാരുണ്ടല്ലോ, ഉപ്പമാര്, അവർക്ക് ഭയങ്കര സ്ഥാനമുള്ള കൊടുക്കുക. ഉമ്മാടെ പേര് കൂട്ടി വിളിക്കും. എന്നിട്ട് ആ മാതാപിതാക്കളെ ഇന്നയാളുടെ മാതാപിതാക്കൾ വാപ്പയ്ക്ക് വരാൻ പറയും. വന്നിട്ട് അവർക്ക് അല്ലാഹു തആല ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ഒരു കിരീടം ധരിപ്പിക്കും. ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ബഹുമാനം, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത, ഷറാഫത്ത്, അതുകൊണ്ട് ലോകം മുഴുവൻ മനുഷ്യരും ആശ്ചര്യപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളിൽ ആരാണോ ഹാഫിദുകളായത് അവർക്കാണ് മഹ്ശറയിലും വില. ഒരാൾക്ക് 3 മക്കളുണ്ട്, ഒരാൾ ഹാഫിദായി, ഒരാൾ സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞനാണ്, 8-10 ലക്ഷം രൂപ മാസം സാലറി വാങ്ങുന്ന ആളാണ്. മറ്റൊരാള് വലിയ ഒരു അറിയപ്പെടുന്ന IAS ഓഫീസറാണ്. അയാളൊരു രാജ്യത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ആ രാജ്യം ഭരിക്കുന്ന അയാളാണ്. അയാൾക്ക് ഒരു 5-6 ലക്ഷം രൂപ സാലറി ഉണ്ട്. അങ്ങനെ ഒരു മോൻ ഹാഫിദ്, പള്ളിയിൽ ജോലി, ഇമാമത്ത്, ഖുതുബ,
നല്ല നസീഹത്ത്, നന്നായി ഖുർആൻ പാരായണം ചെയ്യും, എല്ലാവരും ഖുർആൻ പഠിപ്പിക്കും. അതാണ് ഒരു മോന്റെ ജോലി. ഒരു മോൻ ശാസ്ത്രജ്ഞനാണ്, വലിയ സാലറിക്കാരനാണ്. മറ്റേ മോൻ ഒരു IAS ഓഫീസറാണ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അവിടുത്തെ മുഴുവൻ IAS കാരും അയാളാണ് ഭരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും ടോപ്പിലുള്ള ആളാണ്. 3 മക്കളുണ്ട് അവർക്ക് വിചാരിക്കരുത്. ബാക്കി 2 മക്കൾ നല്ല ആളുകളാണ്, ഒന്നും കുഴപ്പക്കാരല്ല. അവര് സ്വാലിഹീങ്ങളാണ്, നമസ്കാരമുള്ളവരാണ്, ഇബാദത്തുള്ളവരാണ്, ദീനുള്ളവരാണ് 2 പേരും. പക്ഷെ നാളെ ഖിയാമത്ത് നാളിൽ ഈ ഹാഫിളായ മോന്റെ പേര് വിളിച്ചുകൊണ്ടാണ് ഇവന്റെ മാതാപിതാക്കൾ എവിടെ എന്ന് അല്ലാഹു ചോദിക്കുന്നത്. അവന്റെ പേരിലാണ് അവനെ ഹാജരാക്കപ്പെടുന്നതും ഈ വലിയ മഹത്തായ അനുഗ്രഹം, വലിയ സ്ഥാനം അല്ലാഹു, ഈ സമ്മാനം അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് ഈ മോന്റെ പേരിലായിരിക്കും. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞതാണ്. അപ്പോ നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താണ് സമ്പാദിക്കേണ്ടത്? നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തേണ്ടത്? നമ്മുടെ മക്കൾക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്? ഇത് ചിന്തിക്കാൻ ഈ വരാൻ പോകുന്ന ഒരവസ്ഥ മാത്രം മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് ഹാഫിളുകളാകുന്ന ഈ മക്കളുടെ അവരും ഭാഗ്യവാന്മാർ, അവരുടെ മാതാപിതാക്കളും ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ, അവരുടെ ബന്ധുക്കളാണ് ഇരിക്കുന്നവരൊക്കെ, മാമന്മാരും കൊച്ചാപ്പന്മാരും കൊച്ചത്തന്മാരും ഒക്കെ. തീർച്ചയായും ആ മക്കൾ പഠിക്കുന്നതിൽ, അവർ വളരുന്നതിൽ, അവർ ഉയരുന്നതിൽ നമുക്ക് അതിനൊരു പങ്കുണ്ടെങ്കിൽ, നമ്മൾ അതിന് സഹായികളാണെങ്കിൽ, നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അവർക്ക് കിട്ടുന്ന അതേ പ്രതിഫലം അല്ലാഹു നമുക്കും തരാതിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഉറച്ചു തീരുമാനമെടുക്കണം. ദുനിയാവ് എങ്ങനെയൊക്കെ പോയാലും, ഏതെല്ലാം വഴിയിൽ കൂടി ചലിച്ചാലും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം ഫിത്നയുടെ ഫസാദിന്റെ കാലഘട്ടമാണ്. നമ്മുടെ മക്കളെ ഒരു സമയം കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഘട്ടമാണ്. എന്നിട്ട് നമ്മൾ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ നാടുകളിലെ മാഹവും ചുറ്റുപാടുകൾ വളരെ മോശമാണ്. നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും വഴികേടിലാക്കാനും അവരെ പല ചതിക്കുടികളിൽ കൊണ്ടുപോയി തള്ളിയിടാനും ഒക്കെ ധാരാളം കഴുകന്മാരുടെ കണ്ണുകളുമായി ഒത്തിരി ആളുകൾ പല ലേബലുകളിൽ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ സുരക്ഷിതമായി അവർ നല്ലത് പഠിച്ച് നല്ലതുപോലെ നല്ല നിലയിൽ വളരട്ടെ എന്ന് ആഗ്രഹിച്ചും ദുആ ചെയ്തും അതിനുവേണ്ടി പരിശ്രമിച്ചും നമ്മുടെ മക്കളെ തീർച്ചയായും ആ വഴിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഒപ്പമുണ്ടാകണം. അവരുടെ അടക്കത്തിലും മടക്കത്തിലും ഒക്കെ നമ്മൾ കൂടെ നിന്നാൽ തീർച്ചയായും ഈ മക്കളൊക്കെ നല്ല മിടുക്കന്മാരായി നമ്മുടെ കണ്ണിന് കുളിർമയാകുന്ന ഖുർആൻ പറഞ്ഞതുപോലെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹു ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ സന്താനങ്ങളെ ഞങ്ങളുടെ കണ്ണിന് കുളിർമയാക്കി തരണേ അല്ലാഹ്. സത്യവിശ്വാസത്തിന്റെ ആഗ്രഹമാണ്, സത്യവിശ്വാസത്തിന്റെ നീയത്താണ്, സത്യവിശ്വാസിയുടെ ദൃഢനിശ്ചയമാണ്, സത്യവിശ്വാസിയുടെ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, ദുആയാണ്. ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഞങ്ങളുടെ കണ്ണിന് കുളിർമയാക്കി തരണേ പഠിച്ചവനെ. ഞങ്ങളെയും മോശക്കാരാക്കല്ലേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുത്തഖീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക്, ഭക്തിയുള്ളവർക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അവരുടെ ഇമാമികളാക്കി ഞങ്ങളെയും മാറ്റണേ പഠിച്ചവനെ എന്നാണ് ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് സമ്പാദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഹിഫ്ള് പൂർത്തിയാക്കിയ സനത് വാങ്ങുന്ന എല്ലാ നമ്മുടെ മിടുക്കന്മാർക്കും പ്രത്യേകിച്ച് അഭിവാദ്യങ്ങളും അവർക്ക് അനുമോദനങ്ങളും നേരുന്നു. അവരുടെ രക്ഷകർത്താക്കളെ പ്രത്യേകമായി അനുമോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് അങ്ങോട്ടും നല്ല മിടുക്കന്മാരായി പഠിച്ച് വളർന്ന് ഉയർന്ന് പറന്ന് ലോകം മുഴുവൻ ഈ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചവും പ്രകാശവും എത്തിക്കാൻ എല്ലാ ശക്തിയും എല്ലാ കഴിവും അല്ലാഹു മക്കൾക്കും എല്ലാ മക്കൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതെല്ലാം കണ്ട് മനസ്സ് കുളിർമയാകാൻ നമുക്കും അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ എന്നൊറ്റ വാക്കിൽ ഞാൻ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأئمة المجتهدين والعلماء العاملين وأهل الخير كلهم أجمعين. اللهم اجمع بيننا وبينهم في دار الأمان برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. وبعد بسم حمد صلاتك جليل شتمت. فإن الأفعال على أربعة أقسام: ماض مثل فعل وضرب، ومستقبل نحو يفعل ويضرب، وأمر مثل افعل وضرب، ونهي مثل لا تفعل ولا تضرب. إن شاء الله മതിബാക്കി إن شاء الله تعالى പൂർണ്ണമായി പഠിക്കാൻ ശിക്ഷ ഗ്രാമറൊക്കെ നല്ല നിലക്ക് പഠിക്കാൻ അല്ലാഹു എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഹിഫ്ള് പൂർത്തിയാക്കിയതുപോലെ ഇൽമിൻ്റെ എല്ലാ വഴികളും എല്ലാ ഫന്നുകളും പൂർത്തീകരിച്ച് പക്ക പൂർണ്ണമായ ആലിമായി അവിടുന്ന് പറയാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഈ പുണ്യമായ വേദിയുടെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന ചെയർമാനടക്കം സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, ഹാഫിളീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളാഖിറത്തിൽ ഒമ്പിച്ച പ്രതിഫലം ലഭ്യമാകുന്ന വലിയ ഒരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെയെല്ലാം കണ്ണും കൽബും സന്തോഷം കൊണ്ട് നിറഞ്ഞ അനുഗ്രഹീതമായ വളരെ പുണ്യമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ തിരുകുടുംബം എന്ന അനുഗ്രഹീതമായ കൂട്ടത്തിലേക്ക് പറന്നുയരാൻ ഭാഗ്യം കിട്ടിയ 6 ഹാഫിളീങ്ങളെ ആദരിക്കുകയും അവർക്ക് സനദ് കൊടുക്കുകയും ചെയ്യുന്ന ഏറെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിൽ ഒരു ആശംസ പറയാൻ അവസരം കിട്ടിയതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുകയും സർവാധിനാഥനായ അള്ളാഹുവിന് സർവസ്തുതിയും അർപ്പിക്കുകയും ചെയ്യാൻ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ കണ്ണിന് കുളിർമയുള്ള അനുഗ്രഹം എന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ അനുഗ്രഹമാണ് സന്താന സൗഭാഗ്യം എന്നത്. ഖുർറത്തു ഐൻ എന്നാണ് ഇവിടെ ആയത്ത്. അധ്യക്ഷ പ്രസംഗൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണ ചോദ്യം ഉണ്ടായി. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ മുഅ്മിനീങ്ങളായ ആളുകളുടെ അടയാളങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അത് പറയുന്നുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത ഐൻ. മക്കളെ കിട്ടണമെന്നല്ല, ആ മക്കൾ കണ്ണിന് കുളിർമയുള്ള സൽസന്താനങ്ങളാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ ആ ഖുർറത്തു ഐൻ എന്ന പദപ്രയോഗം അല്ലാഹു നടത്തുന്നത് സന്താന സൗഭാഗ്യത്തെ സംബന്ധിച്ചാണ്. ഇതേ പദപ്രയോഗം അല്ലാഹു ഖുർആനിൽ മറ്റു സ്ഥലത്ത് നടത്തുന്നത് സ്വർഗീയമായ അനുഭൂതികളെ കുറിച്ചാണ്.
വേറൊന്നിനെ കുറിച്ചും അല്ലാഹു ഖുർറത്തു അയ്ൻ എന്ന് പറയുന്നില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഈ സനദ് വാങ്ങുന്ന 6 മക്കളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം അവിടെ കണ്ണും കൽബും നിറയുന്ന ഖുർറത്തു അയ്നായ നിമിഷമാണ്. വിശാലമായി പറയുന്നില്ല. നാളെ ആഖിറത്തിൽ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ജനകോടികൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറ വൻ സഭയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഖറവിയായ ഹാഫിദീങ്ങളുടെ തലയിൽ സ്വർണ്ണവർണ്ണ കിരീടങ്ങൾ അണിയിക്കപ്പെടുമ്പോൾ അപ്പോഴും ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർറത്തു അയ്നായിരിക്കും. അല്ലാഹു ആ നിലയിൽ നമ്മുടെ മക്കളെ, ഈ ഹാഫിദീങ്ങളായ മക്കളെയും നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെയും അല്ലാഹു ആ നിലയിൽ കണ്ണിന് കുളിർമയുള്ളവരായി ദുനിയാവിൽ ആഖിറത്തിൽ കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇവിടെ സനദ് വാങ്ങുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും എല്ലാവിധ അഭിവാദ്യങ്ങളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ടും ഈ സദസ്സിൽ കൂടി എല്ലാവർക്കും അല്ലാഹു തആല ഇരുലോക വിജയം പ്രദാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടും വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സ്റ്റേജിലിരിക്കുന്ന ഉലമാക്കളെ, ഹാഫിളീങ്ങളെ, സദസ്സിലിരിക്കുന്ന ബന്ധുക്കളെ, മറ്റ് സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നിവിടെ നടക്കുന്ന ഈ മഹത്തായ മഹനീയമായ ഒരു പ്രവൃത്തിയാണ്, ഒരു സംരംഭത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് നമ്മൾ ഈ സദസ്സ് ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ 6666 ആയത്തോളം അത് മനനം ചെയ്ത് ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് ആധുനിക ശാസ്ത്രത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു മുഅ്ജിസത്ത്, ഏജാസ് മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെല്ലാമാണോ ഭാഗ്യം കൊടുത്തത്, ആ കൊടുക്കപ്പെട്ട വ്യക്തികളിൽ പെട്ട വ്യക്തികളാണ് ഇന്ന് നമ്മുടെ പിന്നിൽ ഈ ഇരിക്കുന്നത്. അത് ആരുടെയൊക്കെ മക്കൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയോ അവരെല്ലാം ഭാഗ്യവാന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കൾ ഹിഫ്ള് ചെയ്ത ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ അതൊരു ജീവിത പദ്ധതിയാണ്. അത് വെറും പാരായണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നത് പോലെയുള്ള വാക്കുകളോ വാക്യങ്ങളോ അല്ലാതെ അത് ഓരോ മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിലും സ്വാധീനം ചെലുത്തേണ്ട, ജീവിക്കേണ്ട രീതിയാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് പാരായണം ചെയ്താൽ കൂലിയില്ല എന്നോ അല്ലെങ്കിൽ അതിനകത്തേക്ക് നോക്കിയിരുന്നാൽ പ്രതിഫലം ഇല്ല എന്നോ എന്നുള്ളതല്ല. നേരെ മറിച്ച് അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ക്രമീകരിക്കേണ്ട ജീവിത രീതിയാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ അത് മുഴുവനും ഹിഫ്ള് ചെയ്യാൻ, ബൈഹാത്ത് ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ഈ മക്കൾക്ക് അല്ലാഹു തആല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. അതിന് അവസരമുണ്ടാക്കിയ ഈ സ്ഥാപനത്തിൻ്റെ ശില്പികൾക്കും ഉസ്താദന്മാർക്കും അല്ലാഹു തആല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. അതുപോലെ അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും അല്ലാഹു തആല അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ സന്നദ്ധാന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ ബഹുമാന്യരായ ഉസ്താദ് അവർകൾ, ബാക്കി വേദിയിലുള്ള ഉലമാക്കളെ, ഹാഫിളീങ്ങളെ, സദസ്സിലുള്ള ഉലമാക്കളെ, ഹാഫിളീങ്ങളെ, ഉമ്മമാരെ, അവരുടെ ബന്ധുക്കളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇർഷാദിയ എന്ന ഈ ഒരു സ്ഥാപനം ഏകദേശം 3-4 വർഷം കിതാബ് ഓതുകയും അതിനുശേഷം എവിടെ നിന്നാണ് ഈ വിനീതന് വലിയൊരു ബാഖിയാത്തു സ്വാലിഹാത്തിലേക്ക് ഉസ്താദവറുകൾ ഉപരിപഠനത്തിന് വേണ്ടി പറഞ്ഞയച്ചത്. എന്നും ഇർഷാദിയെ കുറിച്ച് ഓർക്കുമ്പോൾ വരുന്നത് ഇവിടെ പഠിച്ചൊരു കലാലയം,
അതിനേക്കാളുപരി ഉസ്താദ് അവരുടെയൊക്കെ വന്യരായ പിതാവ് ഞങ്ങളെ അന്വേഷിച്ച് എല്ലാ കഴിയുന്നതും ദിവസങ്ങളും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയെങ്കിലും വന്ന് ഞങ്ങളോടൊപ്പം എന്താ മക്കളെ വിശേഷം എന്നെല്ലാം ഇങ്ങനെ ചോദിച്ചു പോകുന്ന ഓർമ്മ ഇർഷാദിലെ ക്യാമ്പസിൽ കയറുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും. അള്ളാഹു വന്യരായ പിതാവിന് പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ ദർജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഈ നടക്കുന്ന ഈ മുഴുവൻ അമലുകളുടെയും ഒരു മിസ്ൽ തവാബ് അങ്ങോട്ട് എത്തുമെന്നുള്ളത് പൂർണ്ണമായ ഉറപ്പാണ്. സ്വന്തം വാപ്പയേക്കാൾ സ്നേഹിച്ചിരുന്ന, മുത്തഅല്ലിമീങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു പിതാവായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ വന്യരായ പിതാവ്, അതുപോലെ അവിടുത്തെ മാതാവും. ഏതായാലും അൽഹംദുലില്ലാഹ് ഇവിടെ ഒരു സന്നദ്ധാനം നടക്കുന്ന വലിയൊരു സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ്. കാരണം ആദ്യത്തെ ഒരു സനത് നടന്നത് ഞങ്ങൾക്ക് സനത് നൽകിയതായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ സനതാണ് ഇവിടെ നടക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇനിയും ഇതിലും വലിയ സന്നദ്ധാനങ്ങളും സമ്മേളനങ്ങളെല്ലാം ഇവിടെ നടത്താനും ഈ സ്ഥാപനത്തെ അള്ളാഹു കൂടുതൽ വളർത്തുകയും ഉയർത്തുകയും ചെയ്യട്ടെ എന്ന ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. സമയം വളരെ കുറവാണെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട ഹാഫിളീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള സൗഭാഗ്യം നൽകിയെന്നുള്ളത്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഹാഫിളീങ്ങളായ നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത നിഅമത്തിന് നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ അല്ലാഹു ആ നിഅമത്തിനെ വർദ്ധിപ്പിച്ചു തരും. നേരെ മറിച്ച് അതിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയും ഉണ്ടാകും. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഹാഫിളീങ്ങളാക്കിയാലുള്ള പ്രതിഫലവും ഇനി അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാലുള്ള ശിക്ഷയെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഏതായാലും അൽഹംദുലില്ലാഹ് ഈ മക്കൾ ഇത്രയും നാൾ ഉസ്താദുമാരുടെ കൈകളിലായിരുന്നു, അവരുടെ ചുറ്റുപാടിലായിരുന്നു. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരിയാൻ വേണ്ടി വച്ചതായ മുട്ടകളെ പോലെ തള്ളക്കോഴിയുടെ അടിയിലായിരുന്നു. മനോഹരങ്ങളായ കോഴിക്കുഞ്ഞുങ്ങൾ ആ മുട്ടയിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കുന്നത് പോലെ ഇനി ഇവരുടെ സംരക്ഷണം ബഹുമാന്യരായ രക്ഷിതാക്കളാണ്. അതുകൊണ്ട് ആ രക്ഷിതാക്കൾ ഇവരുടെ ഹിഫ്ള് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. എങ്കിലാണ് ഇവിടെ ബഹുമാന്യരായ ഉസ്താദുമാർ പറഞ്ഞതുപോലെ നാളെ ആഖിറത്തിൽ കിരീടത്തിന് അവകാശികളും അതുപോലെ സ്വർഗത്തിന്റെ ഉയർന്ന പദവികൾ എത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുകയുള്ളൂ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എനിക്ക് ആശംസയ്ക്ക് വേണ്ടി ഈ വേദി ഒരുക്കി തന്ന മാതൃസ്ഥാപനമായ ഇർഷാദിക്കും അതിൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ബഹുമാന്യരായ ഉസ്താദുകൾക്കും അവിടുത്തെ സഹോദരന്മാർക്കും ഈ വേദിയിലുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. സ്റ്റേജിലും പുറത്തുമുള്ള സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, ഈ മഹനീയമായ സദസ്സ് ഇന്ന് വലിയൊരു ധന്യതയുടെ മുഹൂർത്തമാണ്. ഇവിടെ വലിയൊരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പല അത്ഭുതങ്ങളും ലോകത്ത് പറയാനുണ്ട്. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടി പറയാൻ കഴിയുമെന്ന് ഇന്ന് നമ്മുടെ മറുപടി എന്തായിരിക്കും? ഖുർആൻ തന്നെയാണ്. ഖുർആനേക്കാൾ വലിയ അത്ഭുതം ലോകത്തിനില്ല. നമ്മൾ 7 വണ്ടേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ലോകത്തിന്നും നിലനിൽക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് ഖുർആനാണ്. കാരണം ഒരു ചരിത്രകാരന്റെ വാക്കിൽ, അദ്ദേഹത്തിന്റെ ഭാവനയിൽ പറഞ്ഞാൽ, ഒരു ചിന്തകൻ പറഞ്ഞത്, ഒരു അമാനുഷിക ദൃഷ്ടാന്തവുമായി ലോകത്തേക്ക് വന്ന മറ്റൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യങ്ങൾ അവിടെ ഉള്ളത്. ഒന്നെന്താണ്? ഒരു അമാനുഷിക ദൃഷ്ടാന്തവുമായി. ആ അമാനുഷിക ദൃഷ്ടാന്തം ഏതാണ്? അത് ഖുർആൻ തന്നെയാണ്. മറ്റൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഈ 6 ഹാഫിളീങ്ങളായ ഈ ഇർഷാദിയുടെ സന്തതികൾ ഇവിടെ അവര് സനത കരസ്ഥമാക്കി. അവർ ഈ പരിശുദ്ധ ഖുർആനിന്റെ 30 ജുസും അവരെ ഹൃദയത്തിൽ അവരെ മനഃപ്പാഠമാക്കി എന്ന് പറയുന്നത് വലിയൊരു ത്യാഗമാണ്. ചെറിയ ത്യാഗമല്ല. ത്യാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് ത്യാഗം. ത്യാഗം എന്ന് പറഞ്ഞാൽ അതാണ് ത്യാഗം. 3-4 വർഷങ്ങൾ കൊണ്ട് സമയമെടുത്ത് ഒരു ഉസ്താദിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട്
അവിടുത്തെ ശിക്ഷണം സ്വീകരിച്ച് അത് മനഃപ്പാഠമാക്കി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് കാലഘട്ടങ്ങളെ അതിജീവിച്ച ഖുർആൻ, കാലഘട്ടങ്ങളെ വെല്ലുവിളിച്ച ഖുർആൻ, മുഴുവൻ കാലഘട്ടങ്ങൾക്കും മറുപടി കൊടുത്ത ഖുർആൻ, യുഗാന്തരങ്ങളെ വെല്ലുവിളിച്ച് ഇന്നും ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതമായി നിൽക്കുന്ന ഈ പരിശുദ്ധ ഖുർആൻ ഇവരുടെ എല്ലാം ഹൃദയങ്ങളിലുണ്ട്. അപ്പൊ അവരുടെ സ്ഥാനം പറഞ്ഞ് അറിയിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന്റെ ഉസ്താദന്മാർക്കും ഇതിന്റെ ശില്പികൾക്കും ഇതിന്റെ ചെയർമാനും ഇതിനു വേണ്ടി പണിപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല എല്ലാവിധ ആഫിയത്തും സിഹത്തും ആരോഗ്യവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ഈ സ്ഥാപനത്തെ ഇനിയും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പറക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു അമ്മാ ബഅദ്. ആദ്യനായ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിതശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇർഷാദിയ ഹിഫ്ളുൽ ഖുർആൻ ആൻഡ് അറബിക് കോളേജിന്റെ സംസ്ഥാന സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇർഷാദിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി വരും തലമുറയെ ഇസ്ലാമിക പ്രബോധകരും വാഹകരും മതസൗഹാർദ്ദത്തിന്റെ പ്രിയങ്ങളാക്കി മാറ്റിയെടുക്കുന്ന കേരളക്കരുടെ അഭിമാന സ്തംഭമാണ് ഇന്ന് ഇർഷാദിയ ഇസ്ലാമിക് കോൺഗ്രസ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇവിടെ 6 വിദ്യാർത്ഥികൾ ഖുർആന്റെ ഹിഫ്ള് പഠനം പൂർത്തിയാക്കി സനദ് വാങ്ങിയിരിക്കുകയാണ്. അല്ലാഹു തആല അവരെ കബൂൽ ചെയ്യുമാറാകട്ടെ. ചെറിയ ഒരു കാര്യമല്ല, അത് വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ ശില്പികൾക്കും എല്ലാ ഉസ്താദന്മാർക്കും ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യവും അല്ലാഹു നൽകട്ടെ എന്ന് സന്തോഷമായി ആശംസിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അല്ലാഹുവിന്റെ കലാമാണ്. നമുക്കാർക്കും അല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാഹുവിന്റെ ഖുർആനാകുന്ന അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഹാഫിദിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേരത്തെ ഇവിടെ പ്രസ്താവിക്കപ്പെട്ട ഇതുപോലെ അവർക്ക് നാളെ ആഹ്ലത്തിൽ കിട്ടാൻ പോകുന്ന പലതരത്തിലുള്ള വലിയ വലുതാണ്. ഒരു പക്ഷേ അവർക്ക് ഓരോ ഹാഫിദുകളെയും കൊടുക്കുന്ന ആൾക്കാർ നേരത്ത് ഓരോ മാതാപിതാക്കളും വിഷമിച്ചിട്ടുണ്ടാവും. കാരണം വീടിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് ചുറ്റുപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ത്യാഗനിർഭരമായ സാഹചര്യങ്ങളിലേക്ക് ആ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിടുമ്പോൾ ഒരു പക്ഷേ ഇർഷാദിയ ക്യാമ്പസിൽ നിന്ന് വിട്ടിറങ്ങിയ ഓരോ മാതാപിതാക്കളും വിഷമിച്ചിട്ടുണ്ടാവും, കരഞ്ഞിട്ടുണ്ടാവും. മകന്റെ ഈ ഇവിടുത്തെ പഠനത്തിന്റെ അവസ്ഥയോർക്ക് ഇന്ന് ആ ഓരോ മാതാപിതാക്കളുടെയും കണ്ണുകൾ, അവരുടെ മനസ്സുകൾ, അവരുടെ ഹൃദയങ്ങൾ, അവരുടെ കണ്ണുകളിൽ ആനന്ദത്തിന്റെ ബാഷ്പ കിരണങ്ങൾ നിറയുന്ന സന്ദർഭമാണ് ഇന്ന് നമ്മുടെ സാക്ഷിയാകാൻ പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഹാഫിളായ എല്ലാ മക്കൾക്കും അല്ലാഹു തആല എല്ലാവിധ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ എന്താണോ മാനവർക്ക് നൽകുന്ന സന്ദേശം, ആ സന്ദേശം ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കിക്കൊണ്ട് നാടിനും സമുദായത്തിനും ലോകത്തിനും ദുനിയാവിലും ഭാഷത്തിനും ഉപകാരപ്പെടുന്ന മക്കളായി അല്ലാഹുവിനെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ഒറ്റ വാക്കിൽ ദുആ ചെയ്തുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്നെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله كفى وسلام على عباده الذين اصطفى. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان صدق الله
സഹോദരന്മാരെ സഹോദരിമാരെ, വേദിയിലും പുറത്തും ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിത സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് വരുന്നതുപോലെ നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ മഹത്വമാണ് വിശുദ്ധ ഖുർആൻ. അത് പഠിക്കാൻ, അത് മനനം ചെയ്യാൻ തൗഫീഖ് നൽകുക എന്നുള്ളത്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തന്നെ ചോദിക്കുന്നത്, അല്ലാഹു പറയുന്നത് തന്നെ, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ സാധിക്കുകയില്ല എന്ന്. മനുഷ്യരായി നമ്മളെ സൃഷ്ടിച്ചതുപോലും അല്ലാഹുവിന്റെ അനുഗ്രഹമായി അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. മനുഷ്യരെ മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് കറംനാ ബനീ ആദം. ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ആദമിന്റെ സന്താനങ്ങളെ മനുഷ്യരായി സൃഷ്ടിച്ചത് തന്നെ അതൊരു ബഹുമാനമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരമദയാപരൻ, പരമകാരുണികൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചു. ആ സൂറത്തിന്റെ ആയത്തുകളാണ് നാം ഇവിടെ പാരായണം ചെയ്തത്. ആ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, അർ-റഹ്മാൻ, പരമകാരുണികൻ, അല്ലമൽ ഖുർആൻ, അവരാണ് ഖുർആനെ പഠിപ്പിച്ചവൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ചെയ്തു കൊടുത്ത ഒരു ഗുണത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹു അവനെ ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളത്. ആ ഖുർആൻ പഠിപ്പിക്കുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ അവർ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തവരാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്വമെല്ലാം നൽകുന്നത് അത് പഠിച്ച് അത് പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുള്ള എല്ലാ തൗഫീഖും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഇർഷാദിയുടെ സന്താനങ്ങൾക്ക് അതിനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഇതിനവസരം നൽകിയവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരെ, സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ഔലൽ ഖാസിമി അവர்கள், ഇവിടെയുള്ള രക്ഷകർത്താക്കളെ, ഉലമാക്കളെ, സഹോദരങ്ങളെ, വളരെ ധന്യമായൊരു സദസ്സാണിത്. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഹിഫ്ളിന്റെ സനദ് ഏറ്റുവാങ്ങുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലും നാളെ പരലോകത്തും വളരെ പ്രത്യേകമായ ആദരവിന് അർഹരാകുന്ന, പഠിച്ചതിൻ്റെ പേരിൽ മാതാപിതാക്കൾക്ക് പോലും സൂര്യപ്രകാശത്തെക്കാൾ പ്രകാശമേറിയ കിരീടം ധരിപ്പിക്കപ്പെടാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന രക്ഷകർത്താക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ധന്യമായൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. അതുമായി ബന്ധപ്പെടാൻ ഒരവസരം ഒരു മനുഷ്യന് ലഭിക്കുക എന്നുള്ളത് ഭൂമി ലോകത്ത് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുക, അതുമായി ബന്ധപ്പെടുക. ലോകത്തിലെ സൃഷ്ടാവായ നേതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ചേരാനുള്ള, അവനെ മനസ്സിലാക്കാനുള്ള, അവനുമായി സന്ധിക്കുവാനുള്ള ഒരവസരമാണ് പരിശുദ്ധമായ ഖുർആൻ പഠനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇവിടെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച് ധന്യരായ ഹാഫിളീങ്ങൾക്ക് അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും അത് നിലനിർത്തുവാനും അതിനോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കുവാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഈ സദസ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. തൊടുപുഴ ക്ഷണിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. ما شاء الله تبارك الله جزاك الله خير. അടുത്തതായി അൽ ഹാഫിദ് മുഹമ്മദ് ഇസ്മായിൽ ബിൻ നൗഷാദ് തൊടുപുഴ ക്ഷണിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم صدق الله العظيم. جزاك الله خير تقبل الله. അടുത്തതായിട്ട് അൽ ഹാഫിദ് മുർഷിദ് ബിൻ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് മൗലവി അൽ ഖാസിമി കൂവള്ളൂരിനെ ആദരവ് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كافها يا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب
عظيا صدق الله العظيم. السلام عليكم ورحمة الله وبركاته. جزاك الله خير. تقبل الله. അടുത്തതായിട്ട് അൽ ഹാഫിൽ അബ്ദുറഹീം ബിൻ റിയാസ് ബദ്രുദ്ദീൻ എറണാകുളം ക്ഷണിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العظيم. جزاك الله خير. تقبل الله. അടുത്തതായിട്ട് അൽ ഹാഫിൽ അബ്ദുറഹ്മാൻ ബിൻ റിയാസ് ബദ്രുദ്ദീൻ എറണാകുളം ക്ഷണിക്കുകയാണ്. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله العظيم. ما شاء الله. جزاك الله. تقبل الله. നീ ശരിയായ വണ്ണം അതിൽ നീ മഹത്വം കൽപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ഇന്നഹു ഫീ ഹയാതിക ബിതഅഹുൽ ഖുർആനി വൽതിസാമി തിലാവതിഹി ആനാഅൽ ലൈലി വഅത്റാഫൻ നഹാർ വതഅലീമിഹി വതബ്ലീഗിഹി ഇലാ ഇബാദില്ലാഹി നബിയൻ. എങ്ങനെയാണ് നീ അല്ലാഹുവിന് ശുക്ർ നന്ദി രേഖപ്പെടുത്തേണ്ടത്? ഈ വിശുദ്ധമായ ഖുർആൻ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു തന്നിരിക്കുന്ന ഈ വിശുദ്ധമായ ഖുർആൻ പകലുകളിൽ നീ സദാ പാരായണം ചെയ്തുകൊണ്ടും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടും ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ സന്ദേശവും ഈ വെളിച്ചവും ഈ സമാധാനവും ഈ സന്തോഷവും ലോകത്ത് മുഴുവൻ മനുഷ്യരിലേക്കും ജാതി മതഭേദമന്യേ മുഴുവൻ മനുഷ്യരിലേക്കും നീ ഇതെത്തിച്ചു കൊടുത്തുകൊണ്ടും ഈ ഖുർആനിനോടുള്ള കടപ്പാടുകൾ നീ പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ ഷഹാദത്ത്. അതിനു വേണ്ടിയാണ് നിനക്ക് ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തരുന്നത്. اللهم بارك له في الحفظ والفهم ووفقه لما تحب وترضى. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും അല്ലാഹു തരട്ടെ. നിന്റെ മനഃപ്പാടമാക്കിയതിനും നീ ഹൃദയസ്ഥമാക്കിയതിനും
എല്ലാം അള്ളാഹു നിനക്ക് വലിയ ബർക്കത്ത് ചെയ്യുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ ഇഷ്ടവും നിനക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നാണ് അറബിയിൽ എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇംഗ്ലീഷിൽ. ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് അൽ ഹാഫിസ് ശിഹാബുദ്ദീൻ സൺ ഓഫ് അബ്ദുൽ നാസർ മൗലവി അന്നൂരി, born on 24/6, 1987, residing at Vengalore, Todupuzha, Kerala, India, has successfully completed Hifz al-Quran and issued this certificate. O Hafiz al-Quran, O Hafiz al-Quran, O Hafiz al-Quran, it is a great blessing Allah has bestowed upon you to memorize the Holy Quran by heart. It is our advice to undertake a practical life as directed by Quran, engaging yourself in recitation of Quran day and night until fear, with the fear of Allah to propagate together throughout mankind, seeking the pleasure of Allah. May Allah shower His blessings on your memory and grasping power. Truly Allah is the most gracious and merciful. ഇതാണ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇത് ഇൻഷാ അല്ലാഹ് പൂർത്തിയാക്കാൻ ഈ വാങ്ങുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഇതെല്ലാം നിങ്ങൾ പാലിക്കുമെന്ന വിശ്വാസത്തോടു കൂടി എല്ലാവരുടെയും ഈ സദസ്സിൻ്റെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഉമ്മമാരുടെയും ഒക്കെ ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ ഈ ഷഹാദ ഇവർ കൊടുക്കുകയാണ്. ഇന്നിവിടെ ഈ ഷഹാദ കൊടുക്കുമ്പോൾ എൻ്റെ മകനുണ്ട് എന്ന നിലയിൽ എനിക്കൊരു സന്തോഷം, എൻ്റെ കുടുംബത്തിന് സന്തോഷവും നമ്മുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. എന്നാൽ ഞങ്ങളുടെ കൂടുതൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഇവിടെയുണ്ട്. നമ്മുടെ റിയാസ് ബദറുദ്ദീൻ സാഹിബും അദ്ദേഹത്തിൻ്റെ പത്നി ഷംല ബിബി അവിടെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഈ അപ്പായും ഉമ്മായും അവരുടെ ബന്ധുക്കളും വന്നിട്ടുണ്ട്. അവരാണ് ഏറ്റവും വലിയ ഗോളടിച്ച ആളുകൾ. അവരാണ് ഏറ്റവും സന്തോഷം. അവരുടെ 2 മക്കൾ അബ്ദുറഹ്മാനും അബ്ദുറഹീമും 2 പേരും അൽഹംദുലില്ലാഹ് ഇവിടെ തന്നെ ഹിഫ്ള് തുടങ്ങി. ഇവിടെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഹിഫ്ള് പൂർത്തിയാക്കി മിടുക്കന്മാരാക്കി. അവരിന്ന് ഇവിടുന്ന് 2 പേരും ഈ മഹനീയമായ സദസ്സിന് മുമ്പിൽ വാപ്പാനെ ഉമ്മാനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവർ ഇത് സനത് വാങ്ങുകയാണ്. ആ കുടുംബത്തെ പ്രത്യേകമായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നിലനിർത്തി കൊണ്ടുപോകാൻ തൗഫീഖ് തരട്ടെ. ആ മക്കൾക്കും എല്ലാ മക്കൾക്കും നമുക്കെല്ലാവർക്കും ഏറ്റവും സന്തോഷവും സൗഭാഗ്യവും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പ്രദാനം ചെയ്യുമാറാകട്ടെ ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം അനുമതി കൂടി ഈ ഷഹാദ കൊടുക്കുക. ബിസ്മില്ലാഹ്. സാധാരണ സർട്ടിഫിക്കറ്റ് മാത്രമേ കൊടുക്കലുള്ളൂ. ഞാനൊരു മാറ്റം വരുത്തി ഒരു മൊമെൻ്റെയും കൂടി കൊടുക്കുകയാണ്. ആ മൊമെൻ്റെയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നെ ആ മൊമെൻ്റോയിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ മൊമെൻ്റോയിൽ ഈ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മൊമെൻ്റോ ആണ് അവർക്ക് എൻ്റെ കൂടെ കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഫ്രണ്ടിൽ നിന്ന് മാറാവും. രണ്ടാമതായി അൽ ഹാഫിൽ മിസ്ബാഹ് അഹ്മദ് ബിൻ സക്കീർ ഹുസൈൻ തൊടുപുഴ. മൂന്നാമതായി അൽ ഹാഫിൽ മുഹമ്മദ് ഇസ്മായിൽ ബിൻ ഔഷാദ് തൊടുപുഴ. നാല് അൽ ഹാഫിൽ മുർഷിദ് ബിൻ ഡോക്ടർ സെയ്ദ് മുഹമ്മദ് മൗലവി അൽ ഖാസിമി പൂവള്ളൂർ. ഞാൻ നല്ല വാപ്പ തന്നെ മോൾക്ക് ഷഹാദത്ത് കൊടുക്കുകയാണ്. വാപ്പ എന്നെ ഉസ്താമാരെ പഠിപ്പിച്ചത് ഞാൻ കൂടെ ഉണ്ടായി. ചില ഇടയ്ക്ക് അതൊക്കെ കാണിക്കുമ്പോൾ പിടിച്ച് നിർത്തി കുറച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നിർത്തി. ഉമ്മായാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ ആള്. എന്നെക്കാളും ഉമ്മാടെ വലിയൊരു എഫർട്ടാണ് ഇദ്ദേഹം ഹാഫിദായത്. അല്ലാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.
അഞ്ചാൽ ഹാഫിദ് അബ്ദുൾ റഹീം ബിൻ റിയാസ് ബദറുദ്ദീൻ എറണാകുളം. ഖുലൂ തക്ബീർ. ആറ് അൽ ഹാഫിദ് അബ്ദുൾ റഹ്മാൻ ബിൻ റിയാസ് ബദറുദ്ദീൻ എറണാകുളം. ഖുലൂ തക്ബീർ. ഖുലൂ തക്ബീർ. ഖുലൂ തക്ബീർ. عاقبتنا في الأمور كلها وجعلنا من خزي الدنيا وعذاب الآخرة. ربنا عليك توكلنا وإليك نبنا وإليك المصير. رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. യാ അല്ലാഹ്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങളെ വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോക മുസ്ലിങ്ങൾക്കും മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോക ജനതയ്ക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ വരുന്ന ഓരോ മനുഷ്യർക്കും നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹിദായത്തിന്റെ പരിശ്രമത്തിന് ഞങ്ങളെ നീ കബൂലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനിന്റെ പരിശ്രമത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ അല്ലാഹ്. ഓരോരോ ഉമ്മത്തിനും നീ മനസ്സിലാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാനിന്റെ യാഥാർത്ഥ്യത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഞങ്ങൾക്ക് രൂഢമൂലമാക്കി തരണേ അല്ലാഹ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോരോ സുന്നത്തും ഉമ്മത്തിൽ നീ ഹയാത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സുന്നത്തിന്റെ പ്രാധാന്യത്തെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ മനസ്സിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നമസ്കാരങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. മുഴുവൻ ഉമ്മത്തെ മുസ്ലിമിൽക്കും നമസ്കരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നമസ്കാരങ്ങളെ സ്വഹാബത്തിന്റെ നമസ്കാരങ്ങൾ പോലെ ആക്കി തീർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനിന്റെ ഉൽമിനെ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മത്തിന്റെ ഉലമാക്കളും അവാമും തമ്മിൽ നല്ല ബന്ധം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവാമിനും ഉലമാക്കളോട് ബന്ധപ്പെടാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. എപ്പോഴും നിന്റെ ചിന്തയെ നൽകണേ അല്ലാഹ്. തഖ്വയെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അഖ്ലാഖിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്ലാഖ് പോലെ ആക്കി തീർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വന്തം കുറവുകളെ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മറ്റുള്ളവരുടെ നന്മകൾ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മറ്റുള്ളവരുടെ കുറവുകൾ കാണുന്നതിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. എല്ലാ ഓരോ അമലുകളും നിന്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനിന്റെ പരിശ്രമത്തെ ഞങ്ങൾക്ക് നീ മനസ്സിലാക്കി തരണേ അല്ലാഹ്. മുഴുവൻ ഉമ്മത്തിനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ ഓരോരുത്തർക്കും നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ഇന്ന് സനത് സ്വീകരിച്ച എല്ലാ ഓരോ ഹാഫിദീങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് ഈ ഖുർആന് വേണ്ടി ലോകം മുഴുവൻ പുറപ്പെടാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അമാനത്തിന്റെ ഉത്തരവാദിത്തത്തെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മത്തിന്റെ ഓരോരുത്തർക്കും നീ ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, എല്ലാ ഓരോ വീടുകളിലും ഖുർആന്റെ ഹൽക്കകളെ നീ സ്ഥാപിക്കണേ അല്ലാഹ്. അല്ലാഹ്, എല്ലാ ഓരോ പള്ളികളെ നീ മക്തബുകളാക്കി തീർക്കണേ അല്ലാഹ്. അല്ലാഹ്, എല്ലാ ഓരോരുത്തർക്കും വന്ന് ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും ഖുർആനുമായിട്ടുള്ള ബന്ധം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടും ഒന്നും നടക്കില്ല അല്ലാഹ്. എല്ലാം നടത്തുന്നതിന് നീയാണ് യാ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാം നിന്റെ തൗഫീഖാണ് യാ അല്ലാഹ്. എല്ലാം നിന്റെ കാരുണ്യമാണ് യാ അല്ലാഹ്. അല്ലാഹുവേ, ഇനിയും ധാരാളം പേർ അല്ലാഹുവേ പരിശുദ്ധമായ ഭവനത്തിൽ നിന്ന് ഖുർആൻ പഠിക്കാനും ആ ഖുർആനുമായി ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ കരുണ കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, യാചകന്റെ യോഗ്യത അവന്റെ ബലഹീനത മാത്രമാണ് യാ അല്ലാഹ്. നിന്റെ മുമ്പിൽ നിന്നോട് ചോദിക്കാൻ ഞങ്ങളുടെ യോഗ്യത ഞങ്ങളുടെ ബലഹീനത അല്ലാതെ മറ്റൊന്നുമല്ല യാ അല്ലാഹ്. അല്ലാഹുവേ, നീ നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. മുഴുവൻ ഉമ്മത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ്, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെയുള്ള എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു, നിന്റെ കരുണ കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ രോഗം കൊണ്ട് വലയുന്നവരുണ്ട് യാ അല്ലാഹ്. അവരുടെ രോഗങ്ങളെ നീ ഭേദമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് യാ അല്ലാഹ്. അവരുടെ കടങ്ങളെ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും ആഫിയത്തിനെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ നിലയിലും ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ദുആക്കളും ഞങ്ങളുടെ നബികളും സഹാബാക്കളും മുഹാത്തും മുഅ്മിനീങ്ങളും അഹ്ലുൽ ബൈത്തും എല്ലാം എത്തിക്കണേ അല്ലാഹ്. അല്ലാഹ്,
അല്ലാഹേ ഞങ്ങളുടെ ഉസ്താദന്മാർ, നിങ്ങളെ ദീൻ പഠിപ്പിച്ചവർ, ദീന്റെ വർഷം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നവർ, ഞങ്ങളുടെ അക്കാബിരിയങ്ങൾ, എല്ലാവർക്കും ഏറ്റവും വണ്ണമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാം നിന്നിൽ ഭാരം ഏൽപ്പിക്കുന്നേ അല്ലാഹ്. നീ നിന്റെ കരുണ കൊണ്ട് ഞങ്ങളുടെ ദുആക്കളെ സ്വീകരിക്കണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله تعالى وسلم على خير خلقه سيدنا محمد آله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.